ബെസ്റ്റ് ഫ്രണ്ടാ ടോമി. എന്റെ പേര് സാക്ഷി എന്നാ. ഞാൻ 3ാം ക്ലാസ്സിലാ പഠിക്കുന്നേ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ശരിക്കുള്ള കഥയാ. എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലേക്ക് ആക്കണം. അതെല്ലാരും ചെയ്യില്ലേ? ഒത്തൊരുമയുള്ള ഫ്രണ്ട്സിന്റെ കഥയാണ്. ഓരോരുത്തരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Dime ain't faking the funk shit. I need a dime ain't faking the funk shit. A definite dime with a heart knocked out. Getting low in the place to do extra weight. ഇതാണ് നിഖിൽ അങ്കിൾ. കാറിന്റെ പാർട്സ് ഒക്കെ മോഷ്ടിക്കുന്നതാണ് ജോലി. നിങ്ങളുടെ കാറ് പുറത്ത് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേക്കണേ. ഡ്രഗ്സ് വിൽക്കുന്നതാണ് ഇവരുടെ ജോലി. വേഗം പണക്കാരനാകണമെന്ന ആഗ്രഹം. അതുകൊണ്ടാ ഇതുപോലെയുള്ള ജോലികളൊക്കെ അങ്കിൾ ചെയ്യുന്നത്. ഷോൾഡർ മേലോട്ടും താഴോട്ടും പോണം. ചെസ്റ്റ് മുൻപോട്ടും പുറകോട്ടും പോണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ ടച്ച് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയാൽ മതി. ഇന്നത്തേക്ക് ഇത് മതി. 1 hour ക്ലാസ് 45 മിനിറ്റ്സ് വേണമെങ്കിൽ എന്നെ തന്നെ നോക്കിക്കോ. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യേ. ഫീസ് കിട്ടിയത് മുതലാവണ്ടേ നിങ്ങൾക്ക്? നൗ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫ്രം ദ ബിഗിനിങ്. ഇതാണ് ശിവാനി ആന്റി, എയറോബിക്സ് പറഞ്ഞു കൊടുക്കുന്നവർ. എന്നാൽ ഇവിടെ ആരും എയറോബിക് പഠിക്കാൻ വരുന്നതല്ല, ഇവരെ കാണാൻ വേണ്ടി വരുന്നതാണ്. രാത്രി 10 മണിക്ക് ആ ബംഗ്ലാവിലേക്ക് വന്നേക്ക്. ഞാൻ പറയുന്ന ലൊക്കേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലത്തിൽ നീ വണ്ടി പാർക്ക് ചെയ്യണം. ഷാർപ്പ് 10 മണിക്ക് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. മിനിമം ബെറ്റ് 1 പവൻ. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഇതാണ് സാൻഡി ആന്റി. വളരെ ഇന്റലിജന്റ് ആണ്. ഇവിടെ എല്ലാ ഫൈറ്റും ആന്റിയാണ് ഫിക്സ് ചെയ്യാറുള്ളത്. ആന്റണി ആന്റണി ഗോ വിൻ ദ ചാമ്പ്യൻ. ഇത് വർഷ ആന്റി. ആന്റിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അത് പണമാണ്.
ദൈവം എല്ലാം കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഹൃദയം മാത്രം കൊടുത്തിട്ടില്ല. അജയ് അങ്കിൾ ആഗ്രഹിച്ച പോലെ ഈ അങ്കിളിന് ജോലി കിട്ടിയില്ല. അതിനാൽ ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടാണ് അങ്കിൾ സമ്പാദിക്കുന്നത്. The winner is Anthony. Yes, yes, yes. Yeah. Yeah. കടലിൽ കുളിച്ചു ഇത് ഒത്തുകളിയാന്നോ തോന്നുന്നു. ഉപേക്ഷിച്ച് വന്നതൊന്ന് നടന്നു. മതിയെടാ നീ ഷോ കാണിച്ചത്. എടാ മച്ചാനെ ഫൈറ്റ് തീർന്നല്ലോടാ. മനസ്സിലിരിപ്പം മൈക്ക് ടൈസൺ ആണെന്നല്ലേ. പാവം പോട്ടേന്ന് വെച്ച് നിന്ന് നീ എനിക്കിട്ട് തന്നെ ഇടിക്കുകയാണല്ലേ. ഒറ്റ കുത്തുവെച്ചെന്നുണ്ടല്ലോ. മച്ചാനെ ഗെയിം കാണുമ്പോ യാഥാർത്ഥ്യമായിട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് ശരിക്കും നിന്നെ അടിച്ചത്. ഇങ്ങനെ നീ മേലെ കയറി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചാവും. എണീക്കടാ. Come on. അജയ് ദേ 3 ലക്ഷം രൂപ കളക്ഷൻ ആയിട്ടുണ്ട്. നിനക്ക് ശരിക്കും കണക്ക് നോക്കാൻ അറിയില്ലട്ടാ. ഞാൻ എണ്ണി നോക്കട്ടെ എത്ര ഇങ്ങനെ ഞാൻ എണ്ണി നോക്കാം. ഇവളുടെ അടുത്ത് കൊടുത്ത കണക്കുണ്ടാവില്ല. നിന്റെ കയ്യിൽ തന്നാ നീ മൊത്തം അടിച്ചു മാറ്റും. നീ വെച്ചോടാ. കാശിന്റെ കാര്യത്തിൽ ഇവനെ കണ്ണു അടച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് ഇത് അവന്റെ കയ്യിൽ ഇരിക്കട്ടെ. അച്ചു, നിനക്ക് എന്താ എന്നെ വിശ്വാസില്ലേടാ? തീർച്ചയായിട്ടും ഇല്ല. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവരെല്ലാവരും സുഹൃത്തുക്കളാ. ഇവർക്ക് വീടോ കുടുംബമോ ഒന്നും തന്നെ ഇല്ല. ഇവരെല്ലാവരും കൂടി ഒരു ഗസ്റ്റ് ഹൗസിലാ താമസിക്കുന്നത്. തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്നു, എന്നിട്ട് എൻജോയ് ചെയ്യുന്നു. നോക്കടാ നല്ലോണം നോക്ക്. അവിടെ ഒരു സിനിമ പോസ്റ്റർ പോലെയാടാ. കാണാൻ നന്നായിട്ടുണ്ടാവും, പക്ഷെ കയ്യിൽ കിട്ടില്ല. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇട്ടിരിക്കുന്നൊക്കെ അഴിച്ചു മാറ്റിയ സൗന്ദര്യം കൂടും. അല്ല, ഞാൻ ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിരിക്കുമ്പോ എന്നെങ്കിലും എന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നീ? ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്താ കാണാൻ വല്ല ഉണ്ടാവോ? പിന്നെ എങ്ങനെയാ എന്തെങ്കിലും പറയാ? മച്ചാനെ, ഞാൻ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നോണ്ടാ ഇവിടെ സ്റ്റുഡൻസ് വരുന്നത്. സാരിയും ചുറ്റി നിന്നാലുണ്ടല്ലോ ഒരു കുഞ്ഞു പോലും വരില്ല. പിന്നെ ഞാനും നിന്നെ പോലെ മോഷ്ടിക്കാൻ ഇറങ്ങേണ്ടി വരും. അജു, നമ്മുടെ മച്ചാനുണ്ടല്ലോ ശിവാനിനെ സ്വിമ്മിംഗ് ഡ്രസ്സിൽ കണ്ടിട്ട് ഫുൾ ആയിട്ട് ഓഫ് ആയടാ. എല്ലാവർക്കും ഇവിടെ വെറും ശരീരം മാത്രം മതി. ഇവിടെ ആരും ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരില്ല. മച്ചാനെ, അവളെ നിനക്കിട്ടാ കൊളുത്തിടുന്നത്. ആ മനസ്സിലായി. ഭാര്യ, പേരക്കുട്ടികള്, കുട്ടികള്, സമ്പാദിക്കുന്നതും മരിക്കുന്നത് അതൊരു ജാതി. സന്തോഷം, ജോലി, ആഘോഷം ഇത് എന്റെ ജാതി. ആ ജാതിയിൽ ഓൺലി എൻട്രി, നോ എക്സിറ്റ്. എന്റെ ജാതിക്ക് ഓപ്പൺ എൻട്രി, ഓപ്പൺ എക്സിറ്റ്. വന്ന് നോക്കുന്നോ? യാതൊരു ഫ്യൂച്ചറില്ലെന്ന് അറിഞ്ഞിട്ട് നീ തലവെക്കാൻ റെഡി ആയിരിക്കല്ലേ? ഞാനാണെങ്കിൽ പോക്കറ്റിൽ താലിയും വെച്ച് കാത്തിരിക്കുക. പക്ഷെ കെട്ടാൻ നീ റെഡി അല്ലല്ലോ. പുലി വിശന്നാൽ പോലും പുല്ല് തിന്നാറില്ല. ഈ ഇറച്ചിയൊക്കെ കൊളസ്ട്രോളാ. പുല്ല് ഗുഡ് ഫോർ ഡൈജഷൻ. ദിവസം മുഴുവൻ നീ വെള്ളത്തിലായിരിക്കും. എന്നിട്ടിനി ഗേൾ ഫ്രണ്ടിന്റെ കൂടെ കുറവേ ഉള്ളൂ. എടാ, ഈ ശീലമൊക്കെ ഒന്ന് മാറ്റി നന്നാവും നോക്കടാ. എങ്കിൽ നിനക്ക് പെണ്ണും കിട്ടും, സമയവും തെളിയും. അവന്റെ കിഡ്നിയോ അല്ലെങ്കിൽ അവന്റെ കണ്ണോ ചോദിച്ചാൽ അവൻ തന്നേക്കും. പക്ഷെ കഞ്ചാവ് ചോദിച്ചാൽ അവൻ തരില്ല. ആർക്കൊക്കെ എന്തിൽ സന്തോഷം കിട്ടുന്നോ അവരത് ചെയ്യുന്നു. ഈ ഉപദേശത്തിന്റെയൊക്കെ ആവശ്യമുണ്ടോ നിനക്ക്? എടാ മച്ചു, ഐ ലവ് യു ഡാ. എടാ, നിന്നെ
നിന്നെയൊക്കെ ആരാടാ നോക്കുക? ഇങ്ങനെ ട്രാക്സിന്റെ അടിയിൽ കോമണം ചുറ്റുന്ന ഒരേ ഒരാളെ ലോകത്ത് നീ മാത്രമായിരിക്കും. ആരാ നിന്നെ കണ്ട് ഇംപ്രസ് ആവാ? അത് കോണകമല്ല, എന്റെ സ്വാതന്ത്ര്യമാണ്. ഡോണ്ട് സേ കോണകം, സേ മൈ ബോഡി. ഡ്രിങ്ക്സ് തീർന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ഡ്രിങ്ക്സ് വേണം. ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ബോംബ് കാണുമ്പോൾ എങ്ങനെ അലറാറ്? നിങ്ങളിപ്പോ എന്താ കണ്ടത്? ഞങ്ങളെല്ലാം കണ്ടടാ. മച്ചു, നീയാണ് ഈ പണി ചെയ്തല്ലേ? എന്റെ ജോലി വേഗം തീർത്തു തന്നതിന് താങ്ക്സ്. എന്റെ നിന്റെ ജോലി ഞാൻ വേഗം തീർത്തു തന്നോ? എന്താടാ പറയുന്നത്? ആ, നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളുടെ കുളിസീന് ആണുങ്ങള് കാണുമ്പോളേ കമ്പൽസറി ആയിട്ട് അവൻ തന്നെ കല്യാണം കഴിക്കണം. ഇവളിപ്പോ എല്ലാം കണ്ടല്ലോടാ. ഇവളെ എന്നെ കല്യാണം കഴിച്ചോളൂ. നീ ഒന്ന് അടുത്തേക്ക് വന്നേ. ഇവിടെ വെച്ച് റൊമാൻസ് ഒന്നും വേണ്ടാന്നേ. ദേ ഇവിടെ ഒരു ഉമ്മ തന്നാ മതി. അമ്മേ, ആദ്യം ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ട് വാടാ. ലിസൺ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? എന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി അടിക്കാൻ വേണ്ടിട്ടാ? എന്റെ കൂടെ സിഗ്നൽ ക്ലിയർ ആയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. നിനക്ക് ഗ്രീൻ സിഗ്നലും കിട്ടില്ല, സന്തോഷവും കിട്ടില്ല. കുതിരയാടാ അത്. ശ്രദ്ധിച്ചു പോണം. ഇതുപോലെ തലയിലടിക്കാൻ പാടില്ല. വിട്ടേക്കടാ. എടാ, ആര് നോക്കിയ കുതിരയെന്ന് വിളിച്ചാ? എന്റെ പെണ്ണെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ആരാടാ നിന്റെ പെണ്ണ്? നിന്റെ സ്റ്റേറ്റസ് എന്താ? എന്റെ സ്റ്റേറ്റസ് കൂൾ ഡൗൺ. എല്ലാ വീക്കെൻഡിലും വീട്ടിൽ തന്നെ പാർട്ടി വെച്ചാ എന്ത് ത്രില്ലടാ ഉള്ളത്. കമോൺ, ലെറ്റ്സ് റോക്ക്. ഇവൻ അവിടെയും ഇങ്ങനെ കോണ കുച്ചിട്ടാണെങ്കിൽ ഞാൻ വരുന്ന പ്രശ്നം. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കാം. ഇനി മുതൽ ഞാൻ കോട കൊടുക്കില്ല. ശിവാനി, എന്താ? അത് പിന്നെ അല്ല, രാവിലെ തന്നെ തുടങ്ങിയോ? അയ്യോ, അതൊന്നുമല്ല. അത് പുറത്ത് കാണുന്നു. എന്താടാ കാണുന്നേ? അത് ഡാർലിംഗ്. ഓ, ഇതായിരുന്നോ? ഇപ്പോഴോ? എനിക്കിട്ടേന്ന് പണിയുന്നോ? വേറൊന്നുകൂടി കാണുന്നുണ്ട്. വേറെന്താടാ കാണുന്നേ? അതാ ഡാർലിംഗ്. ഇതോ? ഇപ്പോഴെങ്കിലും കത്തിയല്ലോ. ഇവിടെ നിന്ന് പോണതിന് മുന്നേ ടച്ചിങ് മാത്രമേ ഉള്ളൂ. പോയി പണി നോക്കടാ. ശിവാനി, ശിവാനി, എന്താ പറ്റി? എന്താ പറ്റി? എന്താടാ? അറിയില്ല. ഈസി. വെള്ളം കുടിക്കും. മച്ചാനെ, ആ കാലം തൊട്ടേ ഇതുപോലത്തെ സീനൊക്കെ നടന്നുകൊണ്ടിരിക്കാനടാ. അവൾ ഇതിലൊന്നും ഒരിക്കലും വീടില്ലടാ. വശ, നിനക്ക് ഈ വാമിറ്റും സെൻസേഷൻ ഒന്നും വരുന്നില്ലേ? അവളൊന്നും മൂളിക്കോട്ടെ. വരുത്താൻ നമുക്ക് എത്ര നേരം എടുക്കൂട്ടാ മച്ചാനെ. എല്ലാവർക്കും മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നോടാ. ഇങ്ങനെയൊന്നും സംസാരിച്ചു പോകരുത്, പറഞ്ഞേക്കാം. നിനക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ രാത്രി എന്തിനാ അത്ര കുടിച്ച്? റോഡിൽ ഇപ്പൊ ഈ സീന്റെ ആവശ്യമുണ്ടോ? ദേ, കപ്പാസിറ്റിയെ കുറിച്ചൊന്നും നീ സംസാരിക്കരുത്. നമ്മളവിടെ എത്തട്ടെ, നിന്നെക്കാൾ ഒരു പെഗ് കൂടുതൽ അടിച്ചു കാണിക്കാം. മച്ചാനെ, ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യടാ. വരുമ്പോ ടോയ്ലറ്റ് തന്നെ അവള് കുടിച്ച് കിടക്കട്ടെ. നിന്നെ ഞാൻ കാണിച്ചു തരടാ. അയ്യോ, അയ്യോ, കൊല്ലല്ലേ. പറയോടാ. പാവ അങ്കിളിന്റെ എഞ്ചിൻ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കയാടാ. ജോലി ചെയ്തിട്ടോ അതോ ഇവളെ സിംസൂട്ടിൽ നേരിട്ട് കണ്ടതുണ്ടോ? അത്രയും കണ്ടോണ്ട് തൽക്കാലം കരിക്ക് മതി. പക്ഷെ സിംസ്യൂട്ടിൽ കണ്ടതുകൊണ്ട് ഇത് മിക്സ് ചെയ്തേ പറ്റൂ. സൂപ്പർ. സേഫ്റ്റിക്ക് ഒരു 1/2 ഡസൻ വാങ്ങിച്ചു വെച്ചേക്കൂ. ട്രിപ്പിൽ ഒരു പക്ഷേ റേഡിയേറ്റർ ചൂടായി കഴിഞ്ഞാൽ ആവശ്യം വന്നേക്കും.
അതെല്ലാം വിട്ടേക്ക്. നമ്മളിപ്പോ ഹോട്ടലേ മൂടില്ല. എന്തിനാ വെറുതെ വഴക്കിടുന്നത്? എടാ മച്ചു, നീ തൊട്ടതിന് ശേഷമല്ലടാ അവൻ തൊട്ട്. വിട്ടേക്കടാ. അവൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഇവള് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. സ്കിന്ന് ടച്ച് ആയിട്ടില്ലല്ലോ മച്ചാനെ. എന്റെ കരണ്ട കുറ്റി. ശരി, അതൊക്കെ വിട്. ഈ മൂഡിൽ നമ്മൾ ട്രിപ്പ് പോകണോ? അച്ചു നീ ഒന്ന് തൊട്ടേക്ക്, എല്ലാം ശരിയായിക്കോളും. നീയൊക്കെ ഒരു പെണ്ണാണോടി? സീരിയസ്ലി ഞാൻ പെണ്ണാണോന്ന് ഡൗട്ട് ഉണ്ടല്ലേ? മച്ചാനെ, ചെടിക്ക് വെള്ളമൊഴിച്ച് അത് വേലി കെട്ടി സംരക്ഷിക്കുന്നത് ഞാനാ. അതില് പൂണ്ടാകുമ്പോ നീ പറിക്കാൻ വന്നാൽ ശരിയാവും. അയാള് പറയുന്നത് ശരിയല്ലേ? ലവേഴ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ പോവരുത്. എടോ, ആരെ നോക്കിയാ താൻ ലവേഴ്സ് എന്ന് പറഞ്ഞത്? വെട്ടുകത്തി എടുത്ത് ഇളനീര് വെട്ടുന്ന വെട്ടിക്കളെ ഞാൻ. തനിക്കറിയില്ലേ, എണ്ണയും വെള്ളവും ഒരിക്കലും ഒരുമിക്കില്ല. എടാ മച്ചു, വെറും വെള്ളമാണ് നീ എന്ന് എനിക്കറിയാം. അപ്പൊ എണ്ണ ആരാടാ? മനസ്സിലായില്ല. കാണിച്ചു തരാം. കോരങ്ങ. മടിയാ. പോടാ അവിടുന്ന്. ഇപ്പോഴും ഇങ്ങനെ തന്നെ. ഫോണോ? ഏട്ടനാണല്ലോ. ഏട്ടാ പറയൂ ഏട്ടാ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് തന്നെ പുറപ്പെട്ട് ഇങ്ങോട്ട് വാ. ഓക്കെ ഏട്ടാ, ഇപ്പൊ തന്നെ വന്നേക്കാം. എന്താടാ കാര്യം? എടാ മച്ചു, ഫോണ് വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ പോണം. നീ ഇപ്പൊ നല്ല വീലായി നിൽക്കുക, അതുകൊണ്ട് ഇപ്പൊ പോണ്ട, നാളെ കാലത്ത് പോ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല മച്ചു, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥയിലല്ലടാ ആരും. പറയുന്ന കേക്കടാ, നാളെ പോവാന്ന് പറഞ്ഞില്ലേ? എടാ ആരാടാ പറഞ്ഞത്? ഞാൻ എപ്പോഴും സ്റ്റഡി ആയിരിക്കും മച്ചാനെ. നീ വേടാ, ഞാൻ വേടാ മച്ചു. എടാ നിനക്കൊന്നും തലയ്ക്ക് സുഖമില്ല. ഹൈവേയിൽ വണ്ടികളുടെ ഹൈബീം ലൈറ്റ് മുഖത്തടിച്ച കണ്ണ് കാണില്ല. ഹൂ കെയർസ്? ആ ലൈറ്റ് ഞാൻ എന്റെ മുഖത്ത് തട്ടി അത് പൊട്ടു പോവാടാ. മച്ചാനെ, ഞാനും വരുന്നടാ. എനിക്ക് വേണ്ടി ഇവിടെ ആരാടാ ഉള്ളത്? ഡാ ഹീറോ, നീ പെമ്പിള്ളേരെ വിളിച്ചോണ്ട് നാളെ വന്നാ മതി. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കേറില്ല അല്ലേ? പറയാനും ചീത്ത പറയാനും ചെറുപ്പം തൊട്ടേ എനിക്ക് ആരുമില്ല. ഇത് ശീലമായി പോയടാ. ആര് പറഞ്ഞു അനുസരിക്കാതെ ജീവിച്ചവനടാ ഞാൻ. ഇപ്പൊ ഞാൻ എന്തിനാടാ കേക്കേണ്ടത്? എടാ വാടാ, നമുക്ക് പോവാം. എവിടെ എടാ മച്ചു, എന്താ മച്ചാനെ? നിന്നെ വിട്ടു പോവാൻ എനിക്ക് മനസ്സില്ലടാ. എന്തൊരു സ്നേഹമാ. പോയിട്ട് പോവാ കേട്ടോ മച്ചാനെ. എടാ മച്ചു, എന്താ മച്ചാനെ? നിന്നെ ഇവിടെ വിട്ടിട്ട് പോവാൻ എനിക്ക് അയ്യോ, എന്റെ മനസ്സില്ലടാ. കൂട്ടുകാരൻ എന്നോട് എന്തുമാത്രം സ്നേഹം. അമ്മ പോയിട്ട് വാടാ മച്ചാനെ. ചെല്ലു ചെല്ലു ചെല്ലു. എടാ മച്ചു, ഇനി എന്താടാ? നിന്നെ വിട്ടു പോവാൻ എനിക്ക് എടാ, നിന്നെ മര്യാദക്ക് വേണ്ട. പോടാ, പോടാ. ആ. ഓക്കേ, ഓക്കേ. വണ്ടി എടുക്കടാ. പോളിയാ. ഹോളിഡേ കഴിഞ്ഞ എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു. ഇതുവരെ എല്ലാ കാര്യങ്ങളും നന്നായിട്ടാ പോയത്. എന്നാൽ തിരിച്ചു വന്ന ശേഷം അജയങ്കളിനെ എന്താ സംഭവിച്ചെന്ന് അറിയുമോ? Club isn't the best place to find the lovers, so the bar is where I go. Me and my friends at the table doing shots, tripping fast, and then we talk slow. And you come over and start up a I'm in love with you, darling. I'm in love with you, darling. I'm in love with you, darling. Every day discovering something brand new. I'm in love with the shape of you. Come on, be my baby, come on. 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 അടിപൊളി. മിന്നിച്ചളിയാ. ഇനി അങ്ങോട്ട് അടിച്ച് തകർക്കാൻ പോവാ. എടാ ഇതേ മൂഡിലൊരു ലോങ് ഡ്രൈവ് പോണം. എടുക്കടാ വണ്ടി. സംഗീതമേ അമരതലാപമേ. മച്ചു, ഞാൻ ഫിറ്റാടാ. ഗുഡ് നൈറ്റ്. ഡാ നിക്ക്, എഴുന്നേൽക്കട കൂട്ടാ. നീയും ഫ്ലാറ്റായോ? ഒരുത്തനും എൻ്റെ കൂടെ വരണ്ട.
എടേ നിങ്ങൾ വരുന്നോടി. വരുന്നില്ലടാ. എല്ലാം ജീൻസ് ഇട്ട മുതുകികളാ. പ്രേതങ്ങളൊക്കെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന സമയത്ത് വിളിച്ച ആര് വരാനാടാ? ആർക്കും മൂടില്ലാത്ത സമയത്ത് ഇവന് ഒടുക്കത്തെ മൂടായിരിക്കും. നീ ഒന്ന് പോടാണ്. ഓപ്പൺ പ്ലേസ്, മൂൺ ലൈറ്റ്, തണുത്ത കാറ്റ്. ഹൗ റൊമാൻറ്റിക്. ഹേയ് സാൻഡേ, നീ എന്റെ കൂടെ വരുന്നോടി. ഇതിനേക്കാളൊക്കെ ഉറങ്ങുന്നതാണ് ഏറ്റവും. എന്റെ ഗേൾഫ്രണ്ട് എന്റെ കൂടെ വരുന്നില്ല. വരില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ വണ്ടി ഒന്ന് റിപ്പയർ ആയി. വളരെ സന്തോഷമുണ്ട്. എന്റെ വണ്ടി റിപ്പയർ ആയതില് നിങ്ങൾക്ക് സന്തോഷമോ? എന്താ പറയുന്നത്? ഡോക്ടർമാർക്ക് പേഷ്യൻസ് വന്നാൽ സന്തോഷം, ലോയറിന് കേസ് വന്നാൽ സന്തോഷം, മെക്കാനിക്കിനോ വണ്ടി റിപ്പയർ ആയാൽ സന്തോഷം. അബ്ദുള്ള കാർ മെക്കാനിക്. താങ്ക് ഗോഡ്. എന്റെ സമയം നല്ലതേട്ടാ. മെക്കാനിക്കിന്റെ വീടിന് മുമ്പ് വെച്ച് വണ്ടി റിപ്പയർ ആയി. ദയവ് ഇതൊന്ന് ശരിയാക്കി തരണം ചേട്ടാ. എന്താന്ന് ഇപ്പോഴോ? എനിക്കിപ്പോൾ ഡിക്കി മുമ്പിലായിട്ടും ബോണറ്റ് പുറകിലുമായിട്ടേ കാണൂ. എന്താണെങ്കിലും ശരി, നമുക്ക് കാലത്ത് ശരിയാക്കാം. ഇപ്പോഴെനിക്ക് പറ്റാത്തതുകൊണ്ടാ കേട്ടോ. അത് ശരി. നേരം വെളുക്കുന്നവരെ ഞാൻ എവിടെ നിൽക്കും? ഒരു പായ് വിരിച്ചു തരാം. നേരം വെളുക്കുന്നോടം വരെ ജയ് നിത്യാനന്ദ എന്നും പറഞ്ഞോണ്ടിരിക്കേ. ഈ ഒരു അവസ്ഥയിൽ കളിയാക്കരുത് ചേട്ടാ. സോറി. അടുത്ത് തന്നെ ഒരു വീടുണ്ട്, ഭക്ഷണവും തരും അവര്. നേരം വെളുക്കുന്നവരെ നീ അവിടെ പോയി നിന്നു. ചേട്ടാ, ഒരു പരിചയമില്ലാത്ത വീട്ടിൽ എങ്ങനെയാ കയറി പോവാ? ഈ ഏരിയയിൽ ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരൊക്കെ ആദ്യം പോകുന്നത് ആ വീട്ടിലേക്കായിരിക്കും. അതൊക്കെയാണ് അവരുടെ ദിവസ വരുമാനവും. ഓ അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. കാലത്ത് നേരത്തെ എണീറ്റ് എന്റെ കാറൊന്ന് ശരിയാക്കി തരണം ചേട്ടാ, പ്ലീസ്. ശരി ശരി, കാലത്ത് വരുവാണെങ്കിൽ ചെയ്തു തരാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായില്ലേ? കാലത്ത് നീ എഴുന്നേക്കോ ഇല്ലയോ, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ എണീക്കും. വണ്ടി ശരിയാക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പേര് അജയ് എന്നാ. കാറൊന്ന് റിപ്പയർ ആയി. ഞാൻ അതുകൊണ്ട്. സാരമില്ല, അകത്തേക്ക് വരൂ. ഇതാണ് എന്റെ മുത്തശ്ശി രുക്മിണി. നമസ്കാരം അമ്മേ. നമസ്കാരം മോനെ. ഞങ്ങളുടെ വീട്ടിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആരും വരില്ല. ഇന്നാണ് ഇതുപോലൊരു മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുപോലൊരു സ്ഥലത്ത് ഇത്രയും വലിയ വീടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു വലിയ കൊട്ടാരം പോലെയുണ്ട്. ഒരുപാട് പഴയതാ. ഞങ്ങളുടെ മുതലാളി ദാനമായിട്ട് തന്നതാ. ഇവള് എന്റെ പേരക്കുട്ടി വന്ദന. ഇവിടെ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മേ, അതൊന്നും വേണ്ട. എന്തിനാ ബുദ്ധിമുട്ടുന്നേ? അതിന് നിനക്ക് വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളത് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. മോളെ വന്ദനെ, ഇവന് ഭക്ഷണം എടുത്ത് കൊടുക്ക. ശരി മുത്തശ്ശി. ചെല്ലുമോനെ, പോയി കഴിക്കാം.
എന്താ മോനെ, എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. അയ്യോ, നിങ്ങളുടെ ഷർട്ടിൽ വീണു. അയ്യോ, സാരമില്ല, പോട്ടെ. സത്യം പറയാലോ, ഇത്രയും ടേസ്റ്റുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. കഴിക്കുന്ന ഭക്ഷണം ആർക്കെവിടെയാണോ വിധിച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. അത് സത്യമാ. നിങ്ങളാരോ ഞാനാരോ, എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ കഴിച്ചില്ലേ. സോറി അമ്മേ, ആവശ്യമില്ലാതെ നിങ്ങളുടെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തി. രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ട് പല വർഷങ്ങളായി. എന്നുവെച്ചാ ഈ വീട്ടിലുള്ളത് ഞങ്ങൾ 2 പേരല്ലേ, ഉറങ്ങുന്ന ജോലി മാത്രമേ ഉള്ളൂ. വരൂ, മുകളിൽ റൂം തുറന്നതാ. വരൂ, അകത്തേക്ക് വരൂ. സമാധാനമായി വിശ്രമിക്കൂ. ഞാൻ രാവിലെ വരാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വളരെ നന്ദിയുണ്ട്. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞപ്പോ നീ ആളെ കളിയാക്ക. അല്ലാതെ ചിരിക്കാതെ ഞാനെന്ത് ചെയ്യാനാ? ഞാനായതുകൊണ്ട് ചിരിച്ചു. നീ വേറെ ആരോടെങ്കിലും പറഞ്ഞെങ്കിലേ അവരാദ്യം നിന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും, വട്ടാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും സത്യവാ സാൻഡി. വൈ ഡോണ്ട് യു ബിലീവ് മീ? കുടിച്ച് നീ എന്തോ സ്വപ്നം കണ്ടിട്ട് അത് തന്നെ വിചാരിച്ചോണ്ടിരിക്കുക. അത് സ്വപ്നമായിരുന്നെങ്കിൽ കാറിൽ ചെയർ എങ്ങനെ വരുമായിരുന്നു? എന്റെ ഷർട്ടിലെ കറ എവിടുന്നാ ഉണ്ടാവുന്നേ? നീ ലോങ് ഡ്രൈവ് പോയ സമയത്ത് ചെയർ വന്നതായിരിക്കും. എന്തെങ്കിലും കഴിച്ചപ്പോ ഷർട്ടിലെ കറ വന്നിട്ടുണ്ടാവും. അതൊക്കെ വലിയ കാര്യമാണോ? എപ്പോഴും കുടിച്ചിട്ട് എങ്ങനെയൊക്കെ പറയുന്നെന്ന് പറയില്ലേ സാൻഡി. ആ വീട് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ എന്നോട് വാ, കാണിച്ചു തരാം. റിലാക്സ് സ്വീറ്റ് ഹാർട്ട്, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഇനി വീണ്ടും ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, മനസ്സിലായോ? ആരെയോ ഓക്കെ? ചെറിയൊരു ജോലിയുണ്ട്, ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യ്, ഞാൻ വേഗം വന്നേക്കാം. Idiot! Ajay!
സറണ്ടർ മതി ബ്രോ. വലിയ മനുഷ്യനാ നിങ്ങള്. ഇത്രയും പേരെ ഒറ്റയ്ക്ക് അടിച്ചിട്ടില്ലേ? ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഏതായി പെൺകുട്ടി? ഗേൾ ഫ്രണ്ട് ആണോ? സോറി സിസ്റ്റർ, യു ആർ വെരി ലക്കി. ഹർഷന്ത, നിനക്ക് ഏത് സമയം ഹെൽപ്പ് വേണമെങ്കിലും ഒന്ന് കോൾ ചെയ്താൽ മതി. നിന്നെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട് ബ്രോ. സാറേ സാറേ വേണ്ട വേണ്ട അമ്മേ സാർ എന്നെ തലല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വീട്ടേക്ക് സാറേ. വേണ്ട വേണ്ട വേണ്ട. എന്ത് ഞാൻ കഞ്ചാവ് വീറ്റെന്നോ? കഞ്ചാവ് എന്ന് പറഞ്ഞ എന്താന്ന് പോലും അറിയില്ല സാറേ. കഞ്ചാവ് എന്താന്ന് അറിയില്ല, എന്റെ അടുത്ത് അഭിനയിക്കണോ? സോറി, എന്തോ ഒരു സാധനം പൊടിച്ച് നന്നായി മിക്സ് ചെയ്യും. അത് ഡയബറ്റീസിന് നല്ലതാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് കഞ്ചാവാണെന്നൊന്നും അറിയില്ല സാറേ എനിക്ക്. എന്താ ഡയബറ്റീസിന് മരുന്നോ? ഈ ഡയബറ്റീസ് ഒക്കെ എവിടുന്ന വരുന്നെന്ന് നിനക്കറിയോ? അറിയില്ല സാറേ. തിരിഞ്ഞു നിക്കടാ, പറയാം. ഇവിടുന്നാണോ? സാറേ 10 ലാത്തി പൊട്ടി പോയില്ലേ? ഇങ്ങനെ അടിക്കാൻ ഇത് പാറയൊന്നും അല്ല സാറേ. എന്ത് തന്നെയാണെങ്കിലും ശരി, എന്റെ ഈ ലാത്തി പൊട്ടുന്നത് വരെ നീ ആവട്ടെ തന്നെ നിന്നാ മതി. നിർത്ത് സാറേ, ഇത്ര പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇനി ഒരടിയെങ്ങാനും എന്റെ ദേഹത്ത് പെട്ടാലുണ്ടല്ലോ, എന്താടാ ചെയ്യുന്നീ? ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല സാറേ. ഒരാഴ്ചയായി സാറേ അൺലോഡ് ചെയ്തിട്ട്. ഉണ്ടാവാൻ പോകുന്ന നാറ്റം നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞ നിന്നെ വിടൂന്ന് കരുതിയോ? എടോ കോൺസ്റ്റബിളെ. എന്താ സാറേ അത്? അഡൽട്ട് സാനിറ്ററി പാഡ് നിന്നെ പോലെയുള്ളവർക്ക് വേണ്ടിയാ. എന്ത് ചെയ്താലും പുറത്തേക്ക് വരില്ല. കെട്ടിക്കൊടുക്കടോ. എന്തൊക്കെ ഐഡിയ കൊടുക്കുന്നുണ്ട് സാറേ. നിങ്ങൾ തുടങ്ങിക്കോ. സർ 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 പ്ലീസ് സർ, അടിക്കല്ലേ സർ. എടാ മച്ചു, എടാ ഒന്ന് തുറന്നു വിടാൻ പറടാ. എന്റെ ബാക്ക് പഞ്ചർ ആയിരിക്കാടാ, പ്ലീസ്. സർ, നിങ്ങൾ ആള് മാറി എന്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്ന സർ. അവൻ അങ്ങനെയുള്ള ആളല്ല സർ. ഡാടാ നീ തന്നെ ഒരു കള്ളനാ. നീ പറയുന്നത് ഞാൻ കേൾക്കണോ? അവൻ പറയുന്നത് സത്യാണ് സാറേ. എന്റെ മുഖം ഒന്ന് സൂക്ഷിച്ച് നോക്കൂ നിങ്ങള്. പാല് കുടിക്കുന്ന കുട്ടിയെ പോലെ ഇല്ലേ? അതെ സർ, അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം സർ. തൊണ്ടി സഹിതമാണ് പിടിപെട്ടത്. 2.5 kg. ഇതിന്റെ വില എന്താണെന്നറിയോ? അതിന്റെ വില എത്ര വേണേലും ആയിക്കോട്ടെ, അതിലും കൂടുതൽ 50,000. ഇത് നിങ്ങൾക്ക്. തുറന്നു വിടറോ അവനെ. വളരെ ഉപകാരമുണ്ട് സാറേ, ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടാ. എന്റെ അമ്മേ, എന്റെ മൂട് പഞ്ചറായിരിക്കാണ് സാറേ. ഇത് ഏത് ഓയിൽമെന്റ് തേച്ചാലാ ഒന്ന് വേഗം ശരിയാവുക? അതിന്റെ ഒന്നും ഒരാവശ്യവും. ഇടയ്ക്കിടയ്ക്ക് വന്നാ മതി, അടിച്ചു തന്നെ ശരിയാക്കി തരാം. വേണ്ട സാറേ, എനിക്ക് കിട്ടിയിടത്തോളം മതി. ഞാൻ പോവാ. എന്റെ അമ്മേ, ഒന്ന് പിടിക്കടാ അമ്മേ. എന്താളിയാ, ഇനി ഇരുന്നിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. നടക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? അന്തം വിട്ട അടിയായിരുന്നടാ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ ഇപ്പൊ ഞാൻ. എന്നോടൊന്നും ചോദിക്കരുത് ഇപ്പോ. ഈ കാര്യം വർഷയോട് മാത്രം പറയരുതേ. നിന്നെ പോലീസുകാർ പൊക്കിയെടുത്തോണ്ട് വന്നില്ലേ? ആ സൂപ്പർ സീൻ കണ്ടു പറഞ്ഞു തന്നെ അവളാ. അവള് പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. തീർന്നു മച്ചു. അപ്പൊ എന്റെ ലവ് സ്റ്റോറിയുടെ കഥ കഴിഞ്ഞോടാ? കഴിയാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ. നമുക്കെല്ലാം മാനേജ് ചെയ്യാം. വാ, കുറച്ച് കഷ്ടപ്പെട്ട് നടക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും. അമ്മേ, എടാ സൈലന്റ് ആയിട്ട് ഞാൻ നടുക്കിൽ നിന്നോളാം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടരുത്. എന്താ? ശരി, ഓക്കേടാ, വാ. എന്തുവാടാ റോമിയോ, പോലീസ് നിന്നെ പിടിച്ചോണ്ട് പോയോടാ? അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. മറ്റാരെയോ പൊക്കുന്നതിന് പകരം ഇവനെ പൊക്കിക്കൊണ്ട് പോയതാ, അല്ലേടാ? മച്ചാനെ ഒരു രക്ഷയില്ല. പോലീസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നറിയോ? ഇവനെ സമ്മതിക്കണം. മച്ചാനെ, ചേട്ടൻ ഒരു ചായ പറയടാ. അളിയാ, നീ ഇരിക്കടാ. വേണ്ട മച്ചു, ഞാൻ ഇവിടെ നിന്ന് കുടിച്ചോളാം. നീ അങ്ങോട്ട് ഇരുന്ന് കുടിക്കടാ. എടി, ഒന്ന് സൂക്ഷിച്ചൂടായിരുന്നോ? പുറകിൽ കല്ലുണ്ടായിരുന്നു. നീ ഇരുന്നോടാ. നല്ല അടി കിട്ടിയിട്ടുണ്ടോന്നാ എന്റെ ഒരു സംശയം. ഏയ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. VIP ട്രീറ്റ്മെന്റ്? അതും നിനക്ക്? നീയൊന്ന് എണീറ്റേ, എന്തിനാ? ഞാനൊന്ന് നോക്കട്ടെ.
പെണ്ണുങ്ങളൊന്നും അത് കാണാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് നാണവും പിന്നെ എനിക്ക് ഒരുമാതിരിയാവും. അവള് വേണ്ടെങ്കി പിന്നെ വിടടാ, ഞാൻ നോക്കാടാ. ഏയ് വേണ്ട, ആണുങ്ങൾ ഒരിക്കലും ആ സ്ഥലം ഒന്നും കാണാൻ പാടില്ല. പിന്നെ എല്ലാവരും നിന്നെ അങ്ങനത്തോനാന്ന് പറയും കേട്ടാ. നീ അങ്ങനെ തന്നെ ഇരിക്കേ. നിങ്ങൾ രണ്ടുപേരും എണീറ്റേ. ഞാൻ മാത്രം എന്തിനാ? നീ പേടിക്കരുത്, പുറകില് പാമ്പുണ്ട്. പാമ്പോ? അത് ഇരിക്കുന്നത് എന്റെ പിന്നിലാണോ? കടിക്കുന്നുണ്ടോന്ന് നോക്ക്. വേഷം എടുക്കുന്നതിന് മുമ്പ് ആ ഇൻസ്പെക്ടർ രണ്ടാമത്തെ റൗണ്ട് വിളിക്കും. ഇപ്പൊ പേടിച്ചില്ലേ? പാമ്പെന്ന് പറഞ്ഞു, പിന്നെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? കുറെ നേരമായിട്ട് അജുവിനെ കാണുന്നില്ലല്ലോ. ഹലോ ഡാ, നീ എവിടെയാടാ? എടാ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു വന്നിരിക്കുക. കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. അങ്ങനെ എന്താടാ നിനക്ക് അർജന്റ് ജോലി? അർജന്റാന്ന് പറഞ്ഞ ഫോൺ വെക്ക്. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞല്ലേ. വെച്ചോ? നമസ്കാരം. നമസ്കാരം. റിയൽ എസ്റ്റേറ്റുകാരോ മറ്റോ ആണോ നിങ്ങള്? ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളെ പോലെയുള്ളവർ വന്നും പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ സെയിൽസ് ഒന്നും ആവുന്നില്ല കേട്ടോ. താക്കോലേ എൻ്റെ അടുത്താ ഉള്ളത്. ഒന്ന് കയറി നോക്കുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ വീട്ടില് ആരും താമസമില്ല? ഏയ്, രണ്ടുപേരുണ്ടായിരുന്നു. ഒരു ആക്സിഡന്റില് രണ്ടുപേരും മരിച്ചുപോയി. അപ്പോ ഈ വന്ദന രുക്മിണി എന്ന് പറയുന്നത് ഈ വീട്ടിലുള്ളവരാ. പാവം, അവരും മരിച്ചുപോയി. നിങ്ങൾക്ക് അവരെ അറിയാവോ? അവർക്കും നിങ്ങൾക്കും എന്താ ബന്ധം? ഏയ്, അവർക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ ആരോ വഴിയിൽ ചോദിച്ചപ്പോ പറഞ്ഞു. ആണോ? നോക്കണം സാറേ, നിങ്ങൾക്ക് ഭൂതം, പ്രേതം, പിശാച്, ദൈവം ഇതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലെങ്കിലേ ഈ വീട് വാങ്ങിച്ചോളൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. രാത്രി കാലങ്ങളിൽ ഞാൻ പോലും ഇങ്ങോട്ട് വരാറില്ല. ഇത് അബ്ദുൾ എന്ന് പറഞ്ഞൊരു മെക്കാനിക്കിന്റെയാ. 8 കൊല്ലം മുമ്പ് അവനും മരിച്ചു പോയായിരുന്നു. സാറേ സാറേ സാറേ, നിങ്ങളോടോ സാറേ? വീട് കയറി കാണുന്നില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടപ്പോഴേ പേടിച്ചു. ഇനി നേരിട്ട് വല്ലതും കണ്ടിരുന്നെങ്കിലോ? ഒരു ആക്സിഡന്റിൽ രണ്ടുപേരും മരിച്ചുപോയി. 8 കൊല്ലം മുമ്പ് അവനും മരിച്ചു പോയായിരുന്നു. സർ, ഫോൺ. സോറി സർ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവൻ. ഇനി ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? സാറേ, വീണ്ടും വന്നിരിക്കുന്നു. വണ്ടി റിപ്പയർ ആയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അന്ന് എനിക്ക് അത്രയും ഉപകാരം ചെയ്തല്ലേ, ഒരു നന്ദി പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ, അത്രേ ഉള്ളൂ. 100 രൂപ ടിപ്സ് തന്നിരുന്നല്ലോ സാറേ. രാത്രി തന്നിട്ട് പോയത് നിങ്ങൾക്ക് ഓർമ്മയിൽ പോലും ഇല്ലേ? എന്ത്? ഞാൻ ചേട്ടൻ എപ്പോഴാ 100 രൂപ ടിപ്പ് തന്നത്? നിങ്ങൾ തന്നെ സാറേ തന്നത്. എന്തേ മറന്നുപോയോ? വളരെ നന്ദി സാറേ.
ശരി അതൊക്കെ പോട്ടെ, അകത്ത് ആളുണ്ടോ? പിന്നെ ഇല്ലാതിരിക്കുവോ? എങ്ങോട്ട് പോവാനാ? അവർക്കും താങ്ക്സ് പറയാനാ? അതെ അതെ. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നില്ലേ? എന്തിനു വേണ്ടിയാ? വെറുതെ. എനിക്ക് ജീവനുണ്ടോ അതോ ഞാൻ പ്രേതമാണോന്ന് പരീക്ഷിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അപ്പോ ജീവനുണ്ടെന്ന് കൺഫേം ചെയ്തു അല്ലേ? ചേട്ടാ 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 ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ അകത്ത് പോയിട്ട് വരാവേ. ഓ നിങ്ങളായിരുന്നോ? വരൂ വരൂ. ആ എന്താ മോനെ ഇത്, നീ വീണ്ടും വന്നല്ലോ. അമ്മേ, അന്നൊരു താങ്ക്സ് പോലും പറയാതെ പോയത്, അതുകൊണ്ട് വന്നതാ. താങ്ക്സോ? ഇവിടുത്തെ ഭക്ഷണം നന്നായിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ 500 രൂപ തന്നിട്ടല്ലേ പോയത്. 500 രൂപയോ? മറന്നുപോയോ? എന്താന്നറിയില്ല, എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ശരി അതൊക്കെ പോട്ടെ, ഇതങ്ങോട്ട് മേടിച്ചേ. അമ്മേ. നന്നായിരിക്കും മോനെ. വരൂ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. ഞാൻ അതിനുവേണ്ടി വന്നതല്ല. അപ്പോ ഞങ്ങള് ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ വന്നതാണോ? എന്ന് വെച്ചാൽ ഞങ്ങള് രണ്ടുപേരെയും കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാനുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ വന്ന് കഴിക്കൂ. ശരി അമ്മേ, വന്നേ. മതി മതി. നല്ലോണം കഴിക്കും മോനെ. ഈ പ്രായത്തിൽ ഭക്ഷണം കഴിച്ചില്ലേ പിന്നെ എങ്ങനാ? സാറേ സാറേ ഒന്നിങ്ങോട്ട് വരുമോ? സാറേ ഇന്ന് നിങ്ങളുടെ കഥ തീർന്നു കേട്ടോ. എന്തിനാ ഇത്രയും ടെൻഷനാവുന്നത്? റോഡിൽ മരം വീണ് കിടക്കുക, നിങ്ങളുടെ വണ്ടി എടുക്കാൻ പറ്റില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. ഓ അതത്ര വലിയ കാര്യമാണോ? രാവിലെ ആരെങ്കിലും വന്നത് എടുത്തോളും. ഇന്ന് രാത്രി ഇവൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവനിപ്പോ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായി. അങ്ങനെയല്ലേ മോനെ? അതെ അമ്മേ. ശരി വാ മോനെ, നമുക്ക് അകത്ത് പോകാം. ഒരു പ്രശ്നവുമില്ല, ഫാമിലി വലുതായിട്ടേ പോവല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹേ, വാട്ട്സ് റോങ് വിത്ത് യു? ഞങ്ങൾ എല്ലാരും ഫോൺ ചെയ്തിട്ട് നീ എന്ത് എടുക്കാതിരുന്നേ? രാത്രി വീട്ടിൽ വന്നപ്പോ നീ ഇല്ലായിരുന്നല്ലോ, എവിടെ പോയി? എന്ത് എന്താണ് പറയുന്നത്? ഞാൻ ഇവിടെ ഇല്ലേ? എന്താടാ പറയുന്നേ? നീ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നിനക്ക് ഓർമ്മയില്ലാതായോ? എന്താടാ ഇങ്ങനെ പേടിക്കുന്നേ? എന്താ പറ്റിയേ? മച്ചാനെ, നീ ഇതുവരെ എന്റെ അടുത്ത് ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടില്ല. നിനക്ക് എന്താ പറ്റിയേ? എന്താ സംഭവിച്ച അതെങ്കിലും പറ. അല്ല, വീണ്ടും അതേ പ്രശ്നം തന്നെയാണോ? അതേ പ്രോബ്ലം എന്ന് വെച്ചാ നിനക്ക് എന്താ കാര്യം അറിയോപ്പോ? എന്ത് പറ്റിയാജി? സ്നേഹ കൊട്ടീര, രാമു വല്ലി. എന്റെ അമ്മേ, ജെട്ടി നനയുന്നുണ്ടടാ. ഏയ് മിണ്ടാതിരിക്കടാ. സത്യമായിട്ടാ പറയുന്നത്, നനഞ്ഞൂട്ടോ. അജു, പോയത് ഓർമ്മയുണ്ട്, പക്ഷെ വന്നത് തിരിച്ച് ഓർമ്മയില്ലെന്ന് നീ പറയുന്നു. ഇനി ഭക്ഷണത്തിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് കാണുമോ? മനസ്സിലാവുന്നില്ലടാ. എനിക്കും ആ വീട്ടുകാർക്ക് തമ്മിൽ എന്താ ബന്ധം? ശരിക്കും എന്താ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവരുടെ വീട്ടിൽ എല്ലാവരും മരിച്ചു പോയിന്നും പറയുന്നു, പക്ഷെ നീ അവരെ തൊട്ടൊന്നും പറയുന്നല്ലോ. വെരി കൺഫ്യൂസിംഗ്. അവൻ കൊണ്ടുകൊടുത്ത ബെഡ്ഷീറ്റ് നിന്റെ റൂമിൽ എങ്ങനെയാ വന്നത്? അല്ല, ആ പ്രേതങ്ങളൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോയോ? മിണ്ടാരാ, പ്രേതമില്ലൊരു പിശാചുമില്ല.
മച്ചാനെ ഒരേ ഒരു വഴിയുള്ളൂ. ആ വീട്ടിലുള്ള എല്ലാത്തിനെയും കളഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ താമസിക്കാന്ന്. അത് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാലോടാ. കറക്റ്റ് അളിയാ. എടാ എന്തെങ്കിലുമൊക്കെ ചെയ്താ പ്രേതങ്ങൾക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല. നിനക്ക് അല്പം പോലും ധൈര്യല്ലേ? ഹലോ മേഡം, ഇത് ധൈര്യമല്ല, വിഡ്ഢിത്തരാണ്. അവൻ പറയുന്നത് ശരിയല്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. What do you mean? ഈ ഗ്രൂപ്പിൽ ആർക്ക് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ചേർന്ന് ഹെൽപ്പ് ചെയ്യും. ഐ ലൈക്ക് ഇറ്റ് ബേബി. ഞങ്ങൾ എല്ലാവരും പോകാ, നീ മാത്രം ഇവിടെ തനിച്ചിരിക്കേ. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴേ പ്രേതങ്ങളൊക്കെ വന്ന് എന്നെ പിടിച്ചാലോ? വേണ്ട വേണ്ട, ഞാനും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഒരു പ്രേതം ഉണ്ടാവില്ല. ഡാ കൈയെടുക്ക്. ഞാൻ അറിയാതെ നിന്നെ ഒന്ന് തൊട്ടതാണ്. ശരി പോട്ട്, സാരമല്ല, പിടിച്ചു. ആ സത്യാണോ? അല്ല, ഞാൻ എന്തായി കാണുന്നത്? ഓ, ഇത്രയും വലിയ വീടോ? ആരെങ്കിലും വന്നിട്ട് അവരെ കൊന്നിട്ട് കുഴിച്ചു മൂടിയാ കൂടെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. നിനക്ക് ഇതുപോലുള്ള തോന്നലുകളെ ഉണ്ടാവോ? പിന്നെ പ്രേതമുള്ള വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. ആ അബ്ദുള്ളയുടെ സ്ഥലം ആ കാണുന്നതാ. അവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ രാത്രി വരുമ്പോ നമുക്ക് കണ്ടോളാം. ഇപ്പൊ വിട്ടേക്ക്. നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാമോ? വന്നപ്പോ തുടങ്ങിയത് നെഗറ്റീവായുള്ള സംസാരം. നമസ്കാരം സാറേ. വരണം സാറേ, വരണം. എന്താ സാറേ അന്നൊന്നും പറയാതെ പോയി കളഞ്ഞത്? എന്താ സാറേ എല്ലാവരുമായിട്ട് വന്നിരിക്കുന്നത്? ഇവിടെ പ്രേതം പിശാചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ. ഞങ്ങൾക്കതിൽ വിശ്വാസമൊന്നുമില്ല. ആ, അതുകൊണ്ട് 3 ദിവസം താമസിച്ചിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് പോവാന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രേതവും പിശാചൊന്നും ഇല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഞങ്ങൾ തന്നെ വാങ്ങിച്ചോ. ഓഹോ, ബയേഴ്സാണോ സാറേ? ആ ബയേഴ്സ് അല്ല, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. നല്ല ഉശിരുള്ള ചുണക്കുട്ടികളാ. മിടക്കന്മാരാ നിങ്ങള്. എന്തേ 3 ദിവസം മാത്രാക്കുന്നത്? ഒരാഴ്ച താമസിച്ചിട്ട് പോകുന്നേ. ഇതാ താക്കോല്. പക്ഷേ രാത്രികാലങ്ങളിൽ മാത്രം സൂക്ഷിക്കണം. അല്ല ഏട്ടാ, ഇവിടെയുള്ള പ്രേതം പെണ്ണാണോ ആണാണോ? എടാ മോനെ, പ്രേതം പെണ്ണാണെങ്കിലും ആണാണെങ്കിലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയല്ലേ? എന്റെ ദൈവമേ, എനിക്കിപ്പോ ഹാർട്ടിൽ മാത്രമേ ഓട്ടയില്ലാത്തുള്ളൂ. എത്രയും പെട്ടെന്ന് അതും വരുമെന്ന് തോന്നുന്നേ. ആരത്? ശിവാനി, എന്നെ ആരോ ടച്ച് ചെയ്തു. അതൊരു പക്ഷേ ആ അബ്ദുള്ളായിരിക്കോ? രാവിലെ തന്നെ പണി തുടങ്ങിയോ? എന്റെ അമ്മോ. എനിക്കറിയാം നീ ഈ കാര്യം ചെയ്യൂന്ന്. എന്റെ മോളെ, അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിച്ചിരിക്കുക. എനിക്ക് ധൈര്യം തരാതെ എന്നെ ഇങ്ങനെ ഇട്ട് പേടിപ്പിക്കരുത്. ശരി ശരി, ഗേറ്റ് തുറക്ക്. നിക്ക്. നമ്മൾ 3 ദിവസം എൻജോയ് ചെയ്യാനാ വന്നത്. എന്നാൽ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ 3 ദിവസം വേണ്ടി വരും. ഹേയ്, ഡോണ്ട് വറി. അകത്തുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, പുറത്തുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ, ഇതങ്ങോട്ട് പിടിച്ചോ. എങ്ങോട്ടാ? ഇതിൽ കൂടുതൽ ഇവരുടെ കഥ പറയാൻ എനിക്ക് ഭയങ്കര പേടിയാ. പേടി വന്നാൽ എനിക്ക് പിന്നെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ പോകുന്നുട്ടോ. നിങ്ങളും വേഗം വന്നേക്കണേ, ഓക്കെ? മൂത്രം ഒഴിച്ചിട്ട് വരാൻ ഇത്രയും നേരോ? ഇതിൽ കൂടുതൽ കഥ വൈകിക്കാനേ പറ്റില്ല. എന്തെങ്കിലും മിസ്സായി പോയാൽ മുൻപ് എന്താ നടന്നെന്ന് ഒന്നും മനസ്സിലാവില്ല. ശരി, ഇനി ഞാൻ കഥ പറയാം. അവർ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു വീട്ടിലേക്ക് പോയിരുന്നില്ലേ? 6 4 6. ഹലോ, അതെ മോനെ, ഇങ്ങല്ല ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാ? അതിങ്ങതാ പറയാം. എങ്ങനെയുണ്ട്? ഇതുപോലെ വേണം. സോറി,
ഓൻ തന്നെ ആ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അല്ല മാഷേ, ഈ വീട്ടില് പ്രേതം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, സത്യാണോ? ഉണ്ടെങ്കിൽ തന്നെ എന്താ, നമുക്കും അവരുടെ കൂട്ടത്തിൽ ഒന്നിച്ച് ജീവിക്കാലോ. ഒന്നിച്ച് ജീവിക്കാന്നോ? അപ്പൊ നമ്മൾ ഒന്നിച്ച് ചാവണോ? ശരിയാണ് നീ പറഞ്ഞത്, ഞാനും അങ്ങനെ ചെയ്തത്. എന്ന് വെച്ചാ നിങ്ങളുടെ പേര്? അബ്ദുള്ള. 8 കൊല്ലമായിട്ട് ഞാൻ മെക്കാനിക്കായിട്ട് ജോലി നോക്കുക. എന്താ മച്ചു, എടാ മച്ചു, ഇവിടെ എന്താ പറ്റിയേ? എന്താ ഇവിടെയുള്ളത്? എടാ മച്ചു, ഇവിടെ അബ്ദുള്ള വന്നിരുന്നു, എന്റെ കൂട്ടത്തിൽ സഹായിച്ചതാ. അവൻ മരിച്ചു പോയിത്രേ. ഇത് നിന്നോട് ആരാടാ പറഞ്ഞേ? അവൻ തന്നെ എന്നോട് പറഞ്ഞത്. എടാ, അല്ലെങ്കിൽ തന്നെ ചത്തതല്ലേ, വീണ്ടും കൊല്ലാൻ പോവാണോ? അബ്ദുള്ളയല്ല, ആരുമല്ല. നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് അങ്ങനെ തോന്നുന്ന. എടാ, ഞാൻ നോണ പറയല്ല, ആരെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. ആദ്യം നീ തെളിയിച്ച് കാണിക്ക്, എന്നിട്ട് വിശ്വസിക്കാം. എടി, അവനെന്താ ഫ്രണ്ടാണോ കൂട്ടിക്കൊണ്ടൊന്ന് കാണിക്കാൻ? എടാ മച്ചു, ഈ ഇടത് ഭാഗത്ത് വേദന വന്ന എന്താണ് അർത്ഥം? ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്ന അർത്ഥം. അല്ലെങ്കിൽ അവൻ പേടിച്ചു വരിക. നിങ്ങൾ എന്തിനാണ് വീണ്ടും പേടിപ്പിക്കുന്നത്? അച്ഛനെ നീ പാടാ. അബ്ദുള്ള വരാതിരുന്ന മതിയായിരുന്നു. ഈ വീട്ടിലത്തെ ഘടികാരെന്താടാ ഇങ്ങനെ ആടുന്നത്? വീട്ടിലുള്ളവരെല്ലാം മരിച്ചുപോയി, ഇനി ഈ ഘടികാരം മാത്രമേ ജീവനോടെ ഉള്ളൂ. ഈ വീട്ടിലത്തെ പ്രേതം ടൈം നോക്കിട്ട് എൻട്രി കൊടുക്കാന്നാ തോന്നുന്നേ. അല്ല, ഇതെന്താ ഇത്? വാറാമലയാണല്ലോ. വർഷക്കണക്കായിട്ട് യൂസ് ചെയ്തിരിക്കല്ലേ, അതുകൊണ്ടാണ് ഇത്ര പൊടി പിടിച്ച് കിടക്കുന്നത്. അല്ല, നീ ഇതിലിരുന്നാടാ കഴിച്ചത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഇവിടെ ഞാൻ 2 തവണ വന്നപ്പോഴും മുകളിലെ മുറിയിലാണ് കിടന്നുറങ്ങിയത്. വാ, കാണിച്ചു തരാം. വാ വാ. അന്ന് 2 രാത്രിയും ഞാൻ ഇവിടെയാ കിടന്നുറങ്ങിയത്. നിനക്ക് ഈ വീട് ഇത്ര നന്നായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നീ ഇവിടെ വന്നിട്ട് സത്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവര്? നമ്മളിപ്പോ വന്നില്ലേ, നീ വിഷമിക്കണ്ട, റിലാക്സ് ആയിരിക്കേ. വാ. ആട്ടെ, ഈ വീട്ടിനകത്ത് പോയവരൊന്നും ഒരു 10 മിനിറ്റ് പോലും അകത്ത് നിൽക്കാറില്ലല്ലോ. എന്നാൽ യവന്മാരെ പോയിട്ട് ഒരു 3/4 മണിക്കൂറായല്ലോ, ഇതുവരെ പുറത്തേക്കൊന്നും കണ്ടുമില്ല. ഒരു പക്ഷേ പ്രേതങ്ങളുടെ കൂട്ടുകാരായി കാണുമോ? ആരോ തട്ടിയതുപോലെയാണല്ലോ തോന്നിയത്. എന്തായിരിക്കും? ഇനി അകത്തുള്ള പ്രേതങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയോ ഈശ്വര? ഓം നമഃശിവായ. എന്തിനാ പൊല്ലാപ്പ്? ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. എന്താ ഇത്? പെണ്ണുങ്ങളുടെ ചിരികളിൽ കേൾക്കുന്നത് ഒരു പക്ഷെ പെൺപ്രേതമായിരിക്കോ? ഓം മഹാകാളി, ഓം ഭദ്രകാളി, ജയ ആഞ്ജനേയ. എന്റെ അമ്മേ, അല്ല എന്റെ മെഡിസിൻ എവിടെ? ഇവിടെ ഇരിക്കട്ടെ. ഇത് കയറ്റിയാലേ മനസ്സിനൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. ഒരു 4-5 മീറ്റർ അങ്ങോട്ട് കയറ്റിയാ മൊത്തം അങ്ങോട്ട് കയറിക്കോളും. എടാ അബ്ദുള്ളേ, നിന്നൊരു പരിവാക്കോടാ, ഇങ്ങോട്ട് വാടാ. ഇതെവിടേക്കാ പോയത്?
ദാ, എന്താടാ? ഹോ ഇപ്പൊ എന്താടാ പറ്റിയേ? എടാ മച്ചു, പ്രേതങ്ങള് കഞ്ചാവൊക്കെ വലിക്കോ? നിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. എവിടെയാ പ്രേതം? ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നില്ല. അവന്റെ പ്ലാൻ എന്താ എന്താണാവോ? ഈ പറയുന്നത്? ആരാടാ? അബ്ദുള്ള. ദാ, നീ വീണ്ടും അവന്റെ പേര് പറഞ്ഞല്ലോ. അറുത്ത് കളയൂടാ. എപ്പോ നോക്കിയാലും അവന്റെ പേരെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ അച്ഛന്റെ മേലെ ഡൗട്ട്. ആദ്യത്തെ ഭാര്യയുടെ പയ്യൻ ആക്സിഡന്റിൽ മരിച്ചു. എടാ മച്ചു, ഒരുപക്ഷെ ഇവനായിരിക്കും അത്. ഡാ, അവൻ മുസ്ലിമാ. എന്റെ അച്ഛൻ ജാതി ഒന്നും നോക്കാറില്ലടാ, ഒന്നിനും വിടില്ല അയാള്. നിന്റെ കഥ കേട്ടോണ്ടിരുന്നാൽ ഇവിടുത്തെ ക്ലീനിങ് നടക്കില്ല. വാ, നമുക്ക് പോവാം. എടാ വാ, വാ, പോവണ്ട. വാ, വാ, നിങ്ങൾ എവിടേക്കാ പോകുന്നേ? എടാ എനിക്ക് പേടിയാവും. ഞാനിപ്പോ എന്താ ചെയ്യാ? അബ്ദുള്ള, അബ്ദുള്ള, ചെറിയൊരു ദർശനം തരൂ. എന്നെ വിട്ടേക്ക്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, ഞാൻ പോവാണ്. അവൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോ പാവം തോന്നാ. നിനക്കെന്താ അവന് പ്രാന്ത? വന്നപ്പോ തുടങ്ങിയത് അവന്റെ തമാശ. ചേടാ, അവൻ പേടിച്ചു പോയിരിക്കുക. ആർക്കറിയാം, നമുക്ക് കാണാൻ പറ്റാത്തതൊക്കെ അവന് കാണുന്നുണ്ടോ ആവോ? ബുൾഷിറ്റ്. ഏതൊരു കാര്യമാണെങ്കിലും സ്വയം അനുഭവമില്ലാതെ ഞാനത് വിശ്വസിക്കില്ല. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇവിടെ ആരും ഇല്ലേ? എടാ, എന്താടാ ആരും എന്നെ ശ്രദ്ധിക്കാത്തത്? എന്താടാ മുകളില് ഏതെങ്കിലും പ്രേതത്തിനെ കണ്ടോ? എടാ, നിനക്കെങ്ങനെയാണോ മനസ്സിലായ? നീ കണ്ടോ? ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് എല്ലാം എന്നോട് പറഞ്ഞിട്ട് പോയി. എന്റെ ദൈവം, എനിക്ക് വയ്യ. ഈ എടാ, ഞാൻ കാണുന്നതൊന്നും ആർക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ജീവനോടെ ഇരിക്കുന്നവർക്ക് നിന്നെ ഇഷ്ടല്ല, മരിച്ചവർക്കായിരിക്കും നിന്നോട് പ്രേമം. എല്ലാവരും ഒന്നിച്ചിട്ട് എന്നെ കളിയാക്കാണല്ലേ? ഇനി ഞാൻ ഒരിക്കലും പേടിക്കില്ല. ഇനി കണ്ടോളിനടാ, അനുഗ്രഹിക്കണ ചോറ്റാനിക്കര അമ്മേ. സഞ്ജു, ഈ അബ്ദുൾ എന്ന് പറഞ്ഞവൻ അത് ഞാനാടാ. ആരാ? എന്റെ മുമ്പിൽ കുത്തുകല്ല് പോലെ നിൽക്കുന്നില്ല, ഞാൻ തന്നെ. ഈ വീട്ടിലെ ടോയ്ലറ്റ് എവിടെയാണ്? നമ്മൾ എന്തിനാ ജോലിക്കാരെ പോലെ ഈ വീട് മുഴുവൻ വൃത്തിയാക്കുന്നേ? നമ്മൾ എന്താ ഇവിടെ തന്നെ അങ്ങ് താമസിക്കാൻ പോവാ? അതും ശരിയാ. അവന്മാര് ഹാള് ക്ലീൻ ചെയ്തു, നമുക്കൊരു റൂം ക്ലീൻ ചെയ്തേക്കാം. വാ, നമുക്ക് ആ റൂം നോക്കിയാലോ? ഓക്കെ. ഓക്കേ. ഹേയ്, ഇറ്റ്സ് എ ഡോൾ. എനിക്ക് ഈ ശബ്ദം ഇറിറ്റേറ്റ് ആവുന്നു. ഇത്രയും നേരം ശബ്ദം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ആരായിരിക്കും ഓൺ ചെയ്തിട്ടുണ്ടാവുക? സഞ്ജു പറഞ്ഞത് കറക്റ്റാ. ഇവിടെ ആരോ ഉണ്ട്. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പാവ ഇനി ഇവിടെ ഉണ്ടാവാനേ പാടില്ല. ഐ ഹേറ്റ് ദിസ് സൗണ്ട്. എന്തൊരു മോന്തയത്! സച്ച് എ ഹോറിബിൾ ഫേസ്. ഏയ്, ആരാ നീ? നിക്ക്, നിക്ക്. സാൻഡി, എന്ത് പറ്റി? സാൻഡി, എന്താ പറ്റിയെ? സാൻഡി, എന്താ? സാൻഡി, എന്താ പറ്റിയേ? നിന്നോട് ചോദിച്ചേ. അല്ല, എല്ലാരും എന്തിനാ ഓടി വന്നേ? എന്താ പറ്റിയത്? ഇവിടുന്ന് ഒരു ചെറിയ പെൺകുട്ടി പാവ എടുത്തോണ്ട് പോയി. ഞങ്ങള് മേളിൽ നിന്ന് കണ്ടതാ. ചെറിയ പെൺകുട്ടിയോ? ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് പറയുന്നു? മുത്തശ്ശൻ, അബ്ദുൾ, ഈ കുട്ടീനെ കുറിച്ച് നീ പറഞ്ഞില്ലല്ലോടാ. ഡാ,
ഞാൻ ഇവിടെ വരുമ്പോ ചെറിയ പെൺകുട്ടിയൊന്നും കണ്ടില്ല. എടാ മച്ചു, അടുത്ത കാലത്തെങ്ങാനും മരിച്ച് ഇവരോടൊപ്പം വന്ന് കൂടിയതായിരിക്കും. ആ പെൺകുട്ടിയിൽ എന്തോ ദുരൂഹതയുണ്ട്. അവൾ ഒട്ടും നോർമൽ അല്ല. ഇതെല്ലാം കാണുമ്പോ ഈ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് എന്തായാലും ഉറപ്പിക്കാം. എന്ന് വെച്ചാൽ എന്താ? പ്രേതം ഉണ്ടെന്നർത്ഥം. എന്റെ അമ്മേ, എനിക്കിപ്പോ എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. എങ്ങോട്ടാണെന്ന് ചോദിക്കരുത്. മച്ചാനെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്താടാ? ഈ വീടുമായിട്ട് എനിക്ക് വല്ല ബന്ധമുണ്ടോ? എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയണം. അതിന്റെ പേരിൽ നിങ്ങളെയും കൂടി ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോണം. താങ്ക്സ് മച്ചു. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് പ്രേതങ്ങളൊക്കെ ഇവിടെ വിട്ടിട്ട് നീ മാത്രം പുറത്തേക്ക് വന്നേക്ക്. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ഞാൻ വരില്ല. ഞാൻ ഇവന്റെ കൂടെ മാത്രമേ നിൽക്കൂ. ഇതാണ് മോനെ പ്രേമം. ബാക്കിയുള്ളവരൊക്കെ വന്നേക്കൂ. വെറും എൻജോയ്മെന്റിന് മാത്രമാണോടാ ഫ്രണ്ട്ഷിപ്പ്? ഒരു കഷ്ടം വന്ന പകുതിയിൽ വിട്ടിട്ട് പോണോ? ആരിവിടെ നിർബന്ധിക്കപ്പെട്ട് വന്നിട്ടില്ല, നിർബന്ധിക്കപ്പെട്ട് പോകുന്നില്ല. ആഹാ, ഇതാണ് മോനെ ഫ്രണ്ട്ഷിപ്പ്. ശരി, ബാക്കിയുള്ളവരൊക്കെ വന്നേക്കൂ. ഞാൻ ജീവനോടെ ഉള്ളപ്പോഴും നോക്കാൻ ആളില്ല, മരിച്ചാലും വിഷമിക്കാൻ ആരുമില്ല. ഞാനും പോകുന്നില്ല. ഇതാണ് എന്റെ മച്ചു, ഒടുക്കത്തെ ഫ്രണ്ട്ഷിപ്പാ. ശരി, ബാക്കിയുള്ളവരൊക്കെ വന്നേക്ക്. നമ്മുടെ ടീം ഇടാനുള്ള ആഗ്രഹം എനിക്കുമില്ല. ഇതാണ് സ്പിരിറ്റ്. ശരി, നീ വാ, നമുക്ക് പോവാം. ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ കണ്ട് പഞ്ചാര അടിക്കുന്നവരാ. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ മാത്രം. നിങ്ങൾ വിട്ട് ഞാൻ എങ്ങനെ പോകും? ഇങ്ങനെ വേണം മനസ്സിലാക്കി വെക്കാൻ. ശരി, ബാക്കിയുള്ളവരൊക്കെ വരൂ, പോകാം. വേഗം വരൂ, വേഗം വരൂ. ഇവൻ എന്താ വിഡ്ഢിയാണോ? അപ്പൊ ഇനി പോവാനുള്ളത് ഞാൻ മാത്രമാണോ? സഞ്ജു, വണ്ടിയുടെ കീ വേണോ? വേണ്ട മച്ചു, എന്റെ ചെറിയമ്മയുടെ മോൻ ഒറ്റയ്ക്കാവും. അല്ലട മോനെ അബ്ദുള്ളേ. ഒന്നും ഉണ്ടാവില്ല, ഞങ്ങൾ കൂടെ ഇല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയാലോ? അതിനെന്താ, ചെയ്യാം. പ്രേതങ്ങൾക്കൊക്കെ തീ കണ്ടാ പേടിയാണെന്ന് ചെറുപ്പത്തിൽ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താടാ ഇത്? അദ്ദേഹത്തിന് തൂങ്ങിക്കിടക്കാണല്ലോ. ശരി, വാടാ, വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഞാനും കൂടെ വരാം. ഡാ, പെമ്പിള്ളേരെ തനിച്ച് വിട്ട് പോകാൻ പറ്റൂടാ? നീ അവരുടെ കൂടെ കാവൽ നിൽക്കടാ. തോണയ്ക്ക് ഒരാണെന്തായാലും വേണ്ടേ? ആര് ആൺകുട്ടി? ഇവനോ? ഇവൻ ഞങ്ങളെ നോക്കുമെന്നോ? ഞങ്ങൾ ഇവനെ നോക്കേണ്ടി വരും. എടാ. അയ്യോ. വായി തുറക്കാൻ പാടില്ല. ഇനി ഒരു തവണയെങ്കിലും അബ്ദുള്ള എന്നങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കാര്യം പോക്കാ. വാ. ഇങ്ങോട്ട് നോക്കൂ മോനെ. വെറുതെ വന്ന് എന്നെ പേടിപ്പിച്ചിട്ട് പോവാല്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? മര്യാദക്ക് പോർന്ന്. അല്ല, നീ ആരോടാ സംസാരിക്കുന്നേ? ആ, അബ്ദുള്ള തന്നെ. നീ വീണ്ടും തുടങ്ങിയോ?
എടാ അവനെ കിട്ടിയോടാ? ഇല്ലടാ, രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. ഛേ അജു, യാതൊരു ബന്ധവുമില്ലാതെ നമ്മൾ എന്തിനാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്? ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വേറെന്തോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടടാ. അതേടാ, നമ്മൾ വന്നിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. അതിനു മുന്നേ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ ഇവിടെ ആരോ നമ്മളെ വെച്ച് കളിക്കുന്നുണ്ട്. എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ഇല്ലാത്ത പല കള്ളങ്ങളും പറഞ്ഞ് വീട് വിൽക്കാനാ നോക്കുക. പക്ഷെ ആ ബ്രോക്കർ ആണെങ്കിലോ ഈ വീട്ടിനകത്ത് പ്രേതമുണ്ട്, ഇത് വാങ്ങാൻ പാടില്ലെന്നാ പറയണത്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? നമ്മൾ എന്തായാലും നല്ലോണം കെയർഫുൾ ആയിട്ട് ഇരിക്കണോടാ. ലൈഫിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ പോകുന്നത്. ഐ ലവ് ദിസ് ഗെയിം. ഇത് കണ്ടുപിടിക്കുന്നവരേക്കും ഇവിടെ ആരും പോകാൻ പാടില്ല. നിങ്ങളൊക്കെ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാടാ പേടിക്കുന്നേ? ലെറ്റ്സ് ഡു ഇറ്റ്. വേഗം തീ കത്തിക്കാൻ നോക്ക്. ആ അബ്ദുള്ള എങ്ങാനും വന്നാലുണ്ടല്ലോ. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കൊന്നോളി നിന്നെ ഞാൻ. സോറി മോളെ, നിനക്കൊക്കെ പുണ്യം കിട്ടുംട്ടാ. ഇവർക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയത്? എന്ത് പറ്റി? ഞാനിവിടെ ചെത്ത് കിടന്ന പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല. അവിടെ ചെറിയൊരു സ്ക്രാച്ച് വീണപ്പോഴേക്ക് എന്തൊരു ബിൽഡപ്പാ ഇത്. എന്ത് പറ്റി അജയ്? എങ്ങനെ എല്ലാവർക്കും പരിക്ക് പറ്റിയത്? കൂൾ പേടിക്കാനൊന്നുമില്ല. ഏതോ റൗഡികളും മുഖം മറച്ചോണ്ട് ഞങ്ങളെ തല്ലാൻ വന്നു. കയ്യിൽ കിട്ടിയില്ല, രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. നിങ്ങളുടെ കൂടെ വഴക്കിന് വന്നവരുടെ ഗതി എന്താന്ന് എനിക്ക് മനസ്സിലായി. നീ എന്താടാ കാമുകിയാ നഷ്ടപ്പെട്ട പോലെ നിൽക്കുന്നേ? പെണ്ണുങ്ങളോട് എന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ ഗതി എന്തായിരിക്കുവാടാ? ഇവിടെമാര് സംസാരിക്കുന്നതൊക്കെ ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്. വേണ്ട വേണ്ട, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തരുന്നത്? അത് ശരി, നിങ്ങൾ അവനോട് എന്താ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? അയ്യോ, ഇവ ശരിക്കൊരു പേടി തൂർണ. എവിടെ പോയാലും എന്തെങ്കിലും കണ്ട് പേടിച്ചോളും. ഞങ്ങൾ എന്ത് ചെയ്യാനാ? പുറത്ത് വന്ന അബ്ദുള്ളയുടെ പ്രേതം, അകത്ത് പോയാൽ മുത്തശ്ശിയുടെ പ്രേതമാ. ഇവന്റെ കാര്യം പറഞ്ഞാൽ വലിയൊരു തമാശയാ. നമ്മളിവിടെ വന്നിട്ട് എത്ര നേരമായി? ഒരു ഫണ്ണും ഇല്ല, ഒരു എൻജോയ്മെന്റും ഇല്ല. ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് പേരിന് മാത്രമേ ഉള്ളൂ, ഒരു യൂസും ഇല്ല. ഹലോ, യു വാണ്ട് സം ഫൺ? ജസ്റ്റ് വെയിറ്റ്. കം ഓൺ ഗേൾസ്. വാ മോനെ, നീ കഴിച്ചോ? ഞങ്ങളുടെ ജോലിയൊക്കെ തീർന്നു. ഞങ്ങള് കാലത്തെ ഇവിടെ എത്തി. എനിക്കറിയാം. ആ സമയത്ത് ഇവിടെ നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. ഞങ്ങളെയോ? നിങ്ങൾ ഞങ്ങളെ എപ്പ കാണണമെന്ന് ആഗ്രഹിച്ചാലും അപ്പം ഞങ്ങളിവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലില്ലേ? ശരിക്കും നിങ്ങളെ രണ്ടുപേരെയും കാണാൻ പറ്റില്ലേ? എന്തിനാ ചിരിക്കുന്നത്? ആ ബ്രോക്കർ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മൊത്തം ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന് പറയുന്നു. അവനൊരു ഭ്രാന്തനാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിരിക്കും. നിങ്ങൾ സത്യം പറ, ആ ബ്രോക്കർ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത്? നിങ്ങൾ പ്രേതങ്ങളാണോ അതോ മനുഷ്യരാണോ? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്താ വെള്ളം കുടിക്കാൻ പേടിയാണോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖം തന്നെ. നിങ്ങളെ ഞാൻ രാവിലെ തൊട്ട് കണ്ടില്ല.
രാവിലെ മനുഷ്യന്മാരുടെ കളികൾ രാത്രിയേ വരാറുള്ളൂ. ആ സമയത്ത് ഇവിടെ ആരും വരാറില്ല. എല്ലാവർക്കും പേടിയാ. ഓ അതാണല്ലേ കാര്യം. ഞങ്ങള് വേറെന്തൊക്കെയാ ചിന്തിച്ച് പേടിച്ചിരിക്കുക. കാര്യം എന്താണെന്നറിയോ, ഇവിടെ വന്ന 2 രാത്രിയും ഞാൻ നിങ്ങളുടെ വീട്ടിലല്ലേ കിടന്നുറങ്ങിയത്. ഓ അങ്ങനെയാണോ? പക്ഷെ കാലത്ത് എണീറ്റ് നോക്കുമ്പോ എന്റെ വീട്ടിൽ എങ്ങനെയാ എത്തിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമോ? അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലല്ലേ കിടന്നുറങ്ങിയത്, പക്ഷെ എണീറ്റ് നോക്കുമ്പോ എന്റെ വീട്ടിൽ കിടക്കുന്നു. എന്തൊരു ട്വിസ്റ്റാ അല്ലേ? ഓ നിങ്ങൾ എല്ലാരും എത്തിയോ? ഞാൻ നിങ്ങളെയൊക്കെ എണീപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ആക്ച്വലി ഈ വീട്ടിൽ പ്രേതവും ഭൂതവും ഒന്നുമില്ല. വന്ദന, എടാ ആന്റണി, നിക്കി, അവരെ ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടതാ. അവരുടെ പേര് വന്ദന എന്നാ. ഇത്രയും നേരം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കടാ. It's okay, Ajay. Don't നീയെങ്കിലും ഇത് panic. വിശ്വസിക്കണം. Come, cool. Come. ദേ, ഇനി എന്നെ വിളിച്ചേക്കരുത്. വല്ലാത്ത ക്ഷീണം. ഒന്ന് ഉറങ്ങട്ടെ. അതെ അവൻ എന്താടാ വട്ടാണോ അവന്? ആ സിഗരറ്റ് കടാ. അവന്റെ കണ്ണിൽ കാണുന്നുണ്ട്, നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്നില്ല. ഇതെന്താ ബ്രഹ്മമാണോ? എടാ ആർക്കാടാ ഭ്രമം? കണ്ണുകൊണ്ട് കണ്ട ആള് ദേ ഇവിടെ നിൽക്കല്ലേ. എടാ എന്റെ തല വേദനിക്കുന്നടാ. ഇവൻ എന്താടാ ചെയ്യാ നമ്മള്? എടാ മച്ചു, ആ അബ്ദുള്ളയെ രാത്രിയിലേ കാണാൻ പറ്റുന്നുള്ളൂ, പകല് കാണാൻ പറ്റില്ലെന്ന് അജയ് പറഞ്ഞു. അല്ല നമുക്കെന്താ ഇപ്പൊ പോയി അവനെ കണ്ടാല്? അത് കറക്റ്റാടാ. അവനെ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. വാടാ പോയി നോക്കാം. പ്രേതം പ്രേതം പ്രേതം. എടാ രാവിലെ ഞാൻ ഇയാളെ കണ്ടത്. എടാ എന്നെ മാത്രം ഒന്ന് വിട്ടേക്കടാ. വിഡ്ഢി, ഞാനാണോടാ പ്രേതം? എന്നെ എപ്പോഴാടാ നീ കണ്ടത്? രാവിലെ ആ വീട്ടിനകത്ത് വെച്ച്. കാലത്ത് 5 മണിക്ക് ഞാൻ സിറ്റിയിലോട്ട് പോകും. എന്നിട്ട് ഈ സമയത്ത് വന്നേ കുടിക്കാറുള്ളൂ. അങ്ങനെയുള്ള നീ എന്നെ എങ്ങനെ കാണാനാ? അതും ആ വീടിനകത്ത്. ഞാൻ മരിച്ചാ പോലും ആ വീട്ടിനകത്ത് കാല് കുത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ ആരാ? ആ മുത്തശ്ശിയും കൊച്ചുമോളും ഒക്കെ അല്ലേ പ്രേതങ്ങളാ? നോക്കിയാ ഞങ്ങള് രാവിലെ തൊട്ട് അവിടെ തന്നെയാ ഉള്ളത്. എന്തിനാണ് ആവശ്യമില്ലാതെ ആ വീട്ടിനകത്ത് പോയത്? ആ ബ്രോക്കറാ ഞങ്ങൾക്ക് താക്കോല് തന്നത്. താൻ മരിച്ചിട്ട് 8 വർഷമായിന്നൊക്കെ. ആ ബ്രോക്കറാണോ നിങ്ങളടുത്ത് താക്കോല് തന്നത്? ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ദൈവസത്യമായിട്ട് അവരാണ് ആ താക്കോല് തന്നത്. എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ഞാൻ മരിച്ചിട്ട് 8 കൊല്ലമൊന്നും ആയിട്ടില്ല. അവൻ മരിച്ചിട്ട് 8 കൊല്ലം 1 മാസവുമായി. നിനക്കറിയോ? ഞാനെന്താ ജീവനോടെ ഇല്ലേ? നോക്കിക്കേ, ഞാൻ കെട്ടിപ്പിടിക്കുന്ന നോക്കിക്കേ. ഡാർലിംഗ്, നിനക്കൊരു ഉമ്മ തരട്ടെ ഞാൻ? നിനക്ക് വല്ലതും വേണോടെ? വേണ്ട. അല്ല, നിങ്ങൾക്കൊന്നും വേറെ ജോലി ഇല്ലടേ. പിന്നല്ലാതെ ആ വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ? നിങ്ങളാ മുത്തശ്ശിയുടെയും കൊച്ചുമോളുടെയും കയ്യിലങ്ങ് പെട്ടാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും നിങ്ങളാരും ഇവിടുന്ന് തിരിച്ചു പോവില്ല. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോവാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഇവനാണ് അജയ് വീട്ടിനുള്ളിൽ പോവാൻ പറഞ്ഞത്. ഇപ്പൊ ഇവനെ ഇവിടെ നിന്ന് പോവാൻ പറയുന്നോ? ഞാനിവിടെ ഇരിക്കില്ലടാ. എന്റെ കൂടെ വാ, ഞങ്ങളുണ്ടല്ലോ കൂടെ. നീ വാടാ. എടാ ഞാനിവിടെ ഇരിക്കില്ല, പോവുക. എന്നെ വിട്ടേക്ക്. നിങ്ങളാ മുത്തശ്ശിയുടെയും കൊച്ചുമോളുടെയും കയ്യിലങ്ങ് പെട്ടാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും നിങ്ങളാരും ഇവിടുന്ന് തിരിച്ചു പോവില്ല.
അപ്പോഴേക്കും നേരം വെളുത്തോ? ഇതാരാ നമ്മളെ പൊതിപ്പിച്ചത്? എല്ലാവരുടെ മേത്തും ഉണ്ടല്ലോ. അവര് വന്നിട്ട് പോയിട്ടുണ്ടാവും. അന്ന് എനിക്ക് ഇതുപോലെ സംഭവിച്ചത്. ഓ, രാവിലെ എന്നെ തുടങ്ങിയല്ലേ? ഡേ, ഇവിടെ കിടന്ന സഞ്ജയ് എവിടെയാ? അവനെ കാണുന്നില്ലല്ലോ. സഞ്ജു, സഞ്ജു, അവനിവിടെ ഇല്ല, വിട്ടേക്ക്. എന്താണ് നീ പറയുന്നത്? ലഗേജിലടാ, പേടിച്ച് ഓടിപ്പോയടാവൻ. അതേതായാലും നന്നായി പോട്ടെ. ഹം വല്ലാതെ പേടിച്ചിരുന്നു. രാത്രി പറഞ്ഞോണ്ടിരിക്കായിരുന്നു അവൻ ഇവിടെ നിന്ന് പോകുമെന്ന്. ഇവനിത് എവിടെ പോയി കിടക്കണാവോ? എന്നെ എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തേനെ. അവൻ എങ്ങോട്ടാണ് പോയത്? ഇഡിയറ്റ്. എങ്ങനെയെങ്കിലും സേഫായി എത്തിയാ മതിയായിരുന്നു. സേഫായിട്ടായിരിക്കും പോയത്. അവൻ എങ്ങനെയെങ്കിലും ആരടുത്തെങ്കിലും ഒക്കെ അന്വേഷിച്ച് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ് പോയിട്ടുണ്ടാവും. അത്ര പെട്ടെന്ന് ആരും കിട്ടിയിട്ടുണ്ടാവില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെല്ലാവരും ഉറങ്ങി വലിയ തെറ്റാ ചെയ്തിട്ട്. സഞ്ജുയുടെ നമ്പർ ഇപ്പൊ നോട്ട് റീച്ചബിൾ ആണ്. ഏയ്, റിലാക്സ് ആൻഡി. നമുക്ക് കുറച്ചു നേരം ക്ഷമിക്കാം. അവൻ എന്തായാലും ഇങ്ങോട്ട് വിളിക്കും. വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് ആലോചിക്കാം. എല്ലാരും എന്തു പറയുന്നു? ഓക്കെ. ഓ, എല്ലാവർക്കും ഇന്നലെ തൊട്ടേ തുടങ്ങിയ ടെൻഷനാ. ഞാനിങ്ങോട്ട് വന്നപ്പോ സൂപ്പറായിട്ടൊരു സ്ഥലം കണ്ടു. അവിടെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും കുളിക്കാവോ? വൈ നോട്ട്? പുറകില് വെള്ളമുണ്ട്. സൂപ്പർ ആയിട്ട് കുളിക്കാം. വാ. അജയ്, ഈ വീട്ടിലൊരു പ്രേതമില്ല, പിശാചുമില്ല. എല്ലാം വെറുതെ നാടകം കളിക്കുക. നീ എങ്ങനെ എത്ര ഉറപ്പിച്ച് പറയുന്നേ? ഇന്നലെ ആ അബ്ദുള്ളില്ലേ, ഞാൻ ആ അബ്ദുളിനോട് സംസാരിച്ചിട്ട് അവൻ മരിച്ചിട്ടൊന്നുമില്ല, അവൻ ജീവനോടെ തന്നെ ഉണ്ട്. നിന്നോട് ആ വീട്ടിലിരിക്കാൻ പറഞ്ഞു, ഞങ്ങളോട് ആ വീട്ടിലിരിക്കാനേ പാടില്ലെന്ന് പറഞ്ഞു. വാട്ട്? Drop it, drop it. Jam on it. Drop it, drop it. Jam on it. എന്താടി, എന്താ നീയൊക്കെ ആലോചിക്കുന്നേ? ഇവന്റെ ഒരു കാര്യം, അവന്മാരൊക്കെ അവിടെയല്ലേ ഉള്ളത്, നിനക്കെന്താ ഇവിടെ കാര്യം? നീ ഇവിടെയല്ലേ ഉള്ളത്, പിന്നെ അവൻ എവിടെയായിരിക്കും ഉണ്ടാവുക? അവൻ എന്റെ അടുത്തേക്ക് വരുന്നു, എന്നാൽ നീ അതിന് ചാൻസേ കൊടുക്കുന്നില്ല. ഞാൻ അവനെ ഫോളോ ചെയ്തിട്ട് അവൻ നോക്കുന്നത് എനിക്ക് പോലും. അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിന്ന് പോണതിന് മുന്നേ ടച്ചിങ് മാത്രമേ ഉള്ളൂ. അതെ അതെ, ടച്ച് ചെയ്യാൻ ഞാൻ ഇവിടെ കാത്തിരിക്കല്ലേ. പോയി പണി നോക്കടാ, പോന്നാ നിനക്ക് നല്ലത്. ഓ, ഡാ, എന്താടാ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഗേൾസ് കൂടെ ഉണ്ട്, സൂപ്പർ ആയിട്ടുള്ള പ്ലേസ്. കുറച്ചെങ്കിലും റൊമാൻറ്റിക് ആവടാ. റൊമാൻറ്റിക് ആയി പോയാൽ 5 മിനിറ്റേ ഉള്ളൂ, ജൈജാന്റിക് ആയിട്ട് പോയാൽ 5 മിനിറ്റേ ഉള്ളൂ. മൂന്നിട്ട് പോടാ. ലവ് എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും ഒരിക്കലും മനസ്സിലാവൂലടാ. നിന്നെ പോലത്തെ ആൾക്കാരുള്ളതുകൊണ്ടാ ഫേസ്ബുക്കിലൊക്കെ നല്ലോണം സമ്പാദിക്കുന്നത്. നിങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ലവിന് ഒരു മീനിങ്ങേ ഇല്ലടാ. ഇപ്പൊ ലവ് സ്റ്റോറി വേറെ, ഫാമിലി സ്റ്റോറി വേറെ. ഓടാ മച്ചാനെ, നീ വേറെ ലെവലടാ. എനിക്കും നിന്നെ പോലെയൊക്കെ കഴിയണമെന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ, കമ്മിറ്റ് ആയി പോയില്ലേ. ആഹാരം ഉണ്ടല്ലോ. ആണല്ലോടാ. ആഹാ, ഓഹോ, അളിയ കൊള്ളാലോ. നമ്മുടെ ഗേൾസ് ഇങ്ങനെയൊക്കെ പാചകം ചെയ്യുമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. എടാ, ഞാൻ ആദ്യം എടുത്ത് കഴിക്കാൻ പോകണ്ട. എന്ത് സ്മെല്ലാടാളിയാ. ഇവളുമാർക്ക് പാചകമൊക്കെ ചെയ്യാറിയോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ആഹാ, നിങ്ങൾ നേരത്തെ എത്തിയോ? ഒരു കാലത്ത് നിങ്ങളൊന്നും മാറത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യായിരുന്നല്ലേടാ. ഒടുക്കത്തെ വിശപ്പ്, അതുകൊണ്ട് കഴിച്ച് ക്ഷമിക്ക്.
അതുകൊണ്ടാണ് യാതൊരു കമ്മിറ്റ്മെന്റിലും പെടാൻ പാടില്ലെന്ന് പറയുന്നത്. ഐ എം എ ഫ്രീ ബേർഡ്. നീ എന്ത് വേണമെങ്കിലും അയക്കോ, പക്ഷെ അവനെ അങ്ങനെ ആക്കരുത് കേട്ടോ. കേട്ടോടാ, വിട്ടുപോവോന്ന് പേടിയാണ്. അമേസിംഗ്, വെരി ടേസ്റ്റി. ഈ സ്ഥലത്ത് ഇത്രയും ടേസ്റ്റ് ഉള്ള ഫുഡോ ഏത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയത്? ഹോട്ടലോ? ഞാൻ ഇവിടെ നിന്ന് ഒരു ഹോട്ടലും പോയിട്ടില്ല. അപ്പോ ഇതൊന്നും നിങ്ങളല്ലേ ഉണ്ടാക്കിയത്? ഞങ്ങൾക്കൊരു കോഫി പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ ഈ ആഹാരമൊക്കെ ആരാ ഉണ്ടാക്കിയത്? തുടങ്ങി. ഈ പാവയെ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയോ. ശിവാനി, എന്താ നോക്ക? ഏയ്, അവിടെ ആരും ഇല്ല. അല്ല, ഞാൻ കണ്ടതാ അവിടെ ഒരു പെൺകുട്ടി. ആ കുട്ടിയുടെ മുഖം. റിലാക്സ്. ഈ വീട്ടിലേക്ക് വരാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് പോയി നോക്കാം. വാടാ സാന്റി, ഇവിടെ നോക്കണേ. ശരി, ഒന്നുമില്ല. അജയ്, 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 അജയ്. നീ എന്താ ടെൻഷൻ ആയിരിക്കുന്നെ? ഡോറ് താനെ ലോക്കായടാ. എന്താടാ പറയുന്നത്? ഞാനല്ലേ ഡോർ തുറന്നത്. കഥ ആരടച്ചതായിരിക്കും? കഥ കടച്ചേക്കായിരുന്നടാ. ഓക്കെ, റിലാക്സ് റിലാക്സ് റിലാക്സ്. മച്ചാനെ, നീ ശിവാനിയോടൊപ്പം നിൽക്ക്, ഞാനിപ്പോ വരാം. നീ എന്തിനാ ഒച്ച വെച്ചത്? ഒന്നുമില്ല, വിട്. നിനക്ക് എങ്ങനെയുണ്ട്? ഐ ആം ഓക്കേ. എന്താടാ ഇത്? നിന്റെ ചെവില് ചോര വരുന്നുണ്ടല്ലോ. രക്തോ? എനിക്ക് മുറിവേ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ രക്തം എവിടെന്നാ? ഒന്നുമില്ല, പേടിക്കണ്ട, പേടിക്കണ്ട. അജയ്, എന്താ പറ്റിയത്? നീ പറഞ്ഞ പെണ്ണിനെ ഞാൻ ആ റൂമിൽ കണ്ടടാ. ആ റൂമിൽ ആരുമില്ലടാ. ആന്റണി, ആന്റണി, എങ്ങോട്ടാ നീ? എങ്ങോട്ടാ പോകുന്നേ? ആരെയാടാ വിളിക്കുന്നേ? സഞ്ജുവിനെ. നോട്ട് റീച്ചബിൾ. എനിക്ക് ഉറപ്പാണ് അവൻ സേഫ് ആയിട്ട് പോയിട്ടേ ഇല്ല. എനിക്കും അത് തന്നെ തോന്നുന്നത്. അവൻ ഞാനില്ലാതെ ഒരിക്കലും ഇരിക്കില്ല, ചാൻസേ ഇല്ല. അവന്റെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിലും വേറെ ഫോണിൽ അവൻ സംസാരിക്കും, പക്ഷെ അവൻ അത് ചെയ്തില്ല. നമ്മളെ വിട്ടുപോയല്ലോ എന്നുള്ള വിഷമത്തിൽ ഓൺ ചെയ്യാത്തതായിരിക്കും. യാതൊരു വിഷയത്തിലും ഞാൻ അവൻ്റെ അടുത്ത് പിണങ്ങില്ലെന്ന് അവന് നന്നായിട്ട് അറിയാവുന്നതാ. അവൻ എന്റെ ജീവനെ പോലെ. വർഷ, സഞ്ജു, സഞ്ജു, എനിക്ക് അപ്പോഴേ തോന്നിയതാ ഇത് ഇങ്ങനെ സംഭവിച്ചു കാണുന്ന. എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്നെ വിട്ട് ഒരിക്കലും പോവാത്തവൻ എന്നെ വിട്ട് നിരന്തരമായി പോയല്ലോടാ.
ചുമ്മാ പേടിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കൊല ചെയ്തേക്കാണല്ലോടാ. ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. വേണ്ടടാ, നിനക്കെന്താ ഒട്ടും ബുദ്ധിയില്ലടാ. അവരാദ്യം സംശയിക്കുന്നത് നമ്മളെ ആയിരിക്കും. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കും. നീ പറയുന്ന കഥയൊക്കെ അവർ വിശ്വസിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? സഞ്ജുവിനെ എങ്ങനെ കൊന്നവനാരെന്ന് നമ്മളാണോ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ടാ. ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇവിടത്തൊക്കെ പറയുന്നത് വേസ്റ്റാ. പ്രേമമാണത്ര മണ്ണാൻ കട്ട. കരയണോ മരിക്കണോന്ന് അറിയാതാണോ പ്രേമിക്കുന്നത്? ആദ്യം ജീപ്പെടുത്ത് നമുക്കിവിടുന്ന് പോവാം. പോവാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പോവാം, അല്ലെങ്കിൽ ഇവിടെ ഒരുമിച്ചിരിക്കാം. ആദ്യം ഇവൻ എന്താ ചെയ്യാന്ന് അത് ആലോചിക്കേ. ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഡേയ്, എന്താടാ ഈ ചെയ്യുന്നേ? കയ്യിലൊക്കെ മുഴുവൻ രക്തമാണോ? നോക്കടാ. അവൻ തന്നെ നമ്മളെ വിട്ടേച്ചു പോയി. ഇനി കയ്യിൽ ചോര വന്നിട്ട് എന്താടാ? അതുകൊണ്ട് നീ നിന്നെ തന്നെ ഇങ്ങനെ വേദനിപ്പിച്ച സഞ്ജയ് തിരിച്ചു വരും തോന്നുന്നുണ്ടോ? സഞ്ജു ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷെ അവനെ കൊന്നവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലടാ. ഇതെല്ലാത്തിനും കാരണക്കാരൻ ഈ ഞാനാ. നിങ്ങളെ ഒരിക്കലും എന്റെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു. അജയ്, ഇനിയും തെറ്റ് ചെയ്യരുത്. ഇപ്പോഴും നമുക്ക് സമയമുണ്ട്. വാ പോവാം. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാന്റി. അവനൊരു പാവ. അവനെ എനിക്കറിയാം. അത് മാത്രമല്ല, നമ്മൾ എല്ലാരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ആണിന്റെ മനസ്സ്. മരണത്തിന്റെ കൂടെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് പ്രശ്നം വന്നാലും ധൈര്യമായിട്ട് മുന്നിൽ നിൽക്കും അജു. ഒന്നുകിൽ സഞ്ജുവിനെ കൊന്നവൻ നാളെ സൂര്യോദയം കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കാൻ പാടില്ല. നമുക്ക് ആലോചിച്ചിട്ട് നന്നായിട്ട് തീരുമാനിക്കാടാ. അത് നമ്മളെക്കാളും പവർഫുൾ ആയിരുന്നാ നമുക്ക് എന്താടാ ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് ഇവിടെ പ്രേതമുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുകയാണോ? നോ ചാൻസ്. ദിസ് ഈസ് എ ഗെയിം. ആരോ നമ്മളെ ഉപയോഗിച്ച് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. ഗെയിം തുടങ്ങിയത് അവനായിരിക്കാം, പക്ഷെ അത് അവസാനിപ്പിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. ആന്റണി, നീയും കരയാണോ? ഇവിടെ ആരും എന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നില്ലല്ലേ? അങ്ങനെയല്ലടാ, നീ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഞാൻ കരയാത്ത ദിവസങ്ങളേ ഇല്ല വർഷ. ദിവസവും കരയും. നിങ്ങൾക്കാർക്കും അതറിയില്ല, അതാണ് സത്യം. എല്ലാ ദുഃഖവും ഉള്ളിനുള്ളിൽ വെച്ചാൽ മനസ്സ് കല്ലായി തീരും. എന്നാൽ ഷെയർ ചെയ്താൽ കുറച്ച് ആശ്വാസമായി. ചില സമയത്ത് കല്ലായിരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണു പോകും. എന്താ പറയുന്നത് ആന്റണി? എനിക്ക് ഒരുപാട് നാളായിട്ട് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ആരെങ്കിലും കൊന്ന ജീവിതകാലം മുഴുവനും ജയിലായിരിക്കും. പിന്നെ നിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും വർഷ? നീ എന്തെങ്കിലും കണ്ടീഷൻ ഇടുകയാണെങ്കിൽ ഞാനത് അനുസരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ റഫായിട്ട് ബിഹേവ് ചെയ്തത്. നീ അങ്ങനത്തെ പെണ്ണല്ലെന്ന് എനിക്കറിയാം. നീ എന്നെ പ്രണയിക്കുന്നെന്ന് ഒരു വാക്ക് പറഞ്ഞില്ലേ, അത് മതി എനിക്ക്. ഞാൻ ചാവാൻ വരെ റെഡിയാ. ഈ വർഷ അങ്ങനെയൊന്നും പറയല്ലേ. ഐ ലവ് യു. എന്ത് പറ്റിയടാ? നിനക്കെന്താ ഇത്ര ടെൻഷൻ ഇന്ന്?
ഇവിടെ വന്നാൽ നന്നായിരിക്കുന്നു വിചാരിച്ചിട്ടാ വന്നേ. സഞ്ജു പോയതിനു ശേഷം എനിക്കിനി ടെൻഷൻ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. പോയാൽ ഫ്രണ്ട്ഷിപ്പ് പോവും, ഇവിടെ നിന്നാ ജീവനും പോകും. ഇപ്പൊ ശരിക്കും ട്രാപ്പായി. നീ ദേഷ്യപ്പെടുമ്പോ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ക്യൂട്ടോ? യെസ്, വെരി ക്യൂട്ട്. ഇത്രയും നാൾ കാത്തിരുന്നതിന് എനിക്ക് ഇത് മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞേനെ, നീ വന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തത്. നിന്റെ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമായിരുന്നു, അറിയോ? എത്ര ഹട്ട് ചെയ്തു. വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? ഏ ഡാ, നിക്ക്. എങ്ങോട്ടാ പോന്നേ? നിക്ക്. നമുക്ക് അജയ് പോയി വിളിച്ചോണ്ട് വന്നാലോ? നമുക്ക് പോവാം. അജയ്, നീയോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ തന്നെയാണോ? അജയ്, നിനക്ക് എന്താടാ പറ്റിയത്? എന്താടാ ചോദിച്ചേ? അജയ്, എന്താടാ പറ്റിയേ? നിന്നെ ഞാൻ കൊല്ലൂടാ. എടാ, ഒന്ന് പറഞ്ഞു തൊലക്കടാ, എന്താടാ പറ്റിയേ? അജയ്, എന്ത് പറ്റിയെന്ന് പറയടാ. എന്തിനാ ടെൻഷൻ? അജയ്, അജയ്, വിട്, വിട്, പറയുന്നത് കേക്ക്. നീ എന്താ മനുഷ്യനാണോ മൃഗമാണോ? മൃഗം ഞാനല്ല, ഇവന്മാരാ. അജയ്, എന്താ ഇതൊക്കെ? ഇതിനെല്ലാം കാരണക്കാരൻ നീ ആയിരുന്നോ? ഇതെല്ലാം നുണയാണ്. ഇതെല്ലാം എന്റെ തന്ത്രമായിരുന്നു. ഇവിടെ ഒരു പ്രേതവുമില്ല, ഭൂതവുമില്ല.
നിങ്ങളെ എല്ലാരും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ ഒരുക്കിയ കെണി. ഇത്രയും നാൾ നിങ്ങൾ കണ്ടതൊക്കെ ഞാൻ അഭിനയിച്ച നാടകമായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. മൈ പ്ലഷർ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ആൾക്കാരുടെ എല്ലൊക്കെ എവിടെയൊക്കെ ഒടിഞ്ഞോ എന്തോ. എനിക്കൊരു 10,000 രൂപ ചെലവാവും. എനിവേ ഗുഡ് ലക്ക്. ഡാ അവനെ കിട്ടിയോടാ? ഇല്ലടാ, രക്ഷോട്ട് കളഞ്ഞു. സഞ്ജുവിൻ എന്താടാ ചെയ്തേ? അവൻ രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയതാ. അജയ്, നീയോ? എന്താണ് ഇതൊക്കെ? നമ്മൾ എന്ത് ചെയ്താലും അത് തിരിച്ചു കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതാണടാ ഇത്. അതിനിപ്പോ ഞാൻ എന്താണ് ചെയ്ത? നീ എന്താ ചെയ്തെന്നോ? പിക്നിക്കിന് വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടോ? മജു, ഫോണ് വന്നിട്ടാ, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഡാ, നീ അടിച്ച് വീലായി നിൽക്കുക. ഇപ്പൊ പോണ്ട, കാലത്ത് എണീറ്റ് പോ. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല മജു, എനിക്ക് ഇപ്പൊ തന്നെ പോയേ പറ്റൂ. അടിയ ഒരാളെ ഇടിച്ചടാ. എടാ എനിക്ക് ഇരുട്ടിലൊന്നും കാണാൻ പറ്റില്ലടാ. ഇപ്പൊ എന്താടാ ചെയ്യാ? എടാ, അവന് ജീവനുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ പാടാ. ജീവനുണ്ടടാ. എടാ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ ഇവൻ ജീവിക്കും, പിന്നെ നമ്മള് ജയിലായിരിക്കും. എടാ ഇങ്ങനെ വിട്ടേച്ച് പോയാലാണ് നമുക്ക് പ്രശ്നം. ഇപ്പേളെ എന്താടാ ചെയ്യാ? എടാ, ഇവന്റെ കഥങ്ങ് കഴിക്കടാ. എന്താ? മുത്തശ്ശി, മുത്തശ്ശി. തലക്ക് കല്ലുകൊണ്ട് അടിച്ചാ ഇവൻ ചാവെന്നുള്ള കാര്യം ഉറപ്പാ. വാടാ, പോവാ, വേഗം വാടാ. എടാ വാടാ. ചത്തിരിക്കുന്നടാ. എടാ മാച്ചു, ഇതെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവോടാ? ഏയ്, ആ കുഞ്ഞ് ഉറങ്ങിയിട്ടിരിക്കടാ. വേണ്ട വിട്ടേക്കടാ. ഓക്കെ. ഹായ് ഡാർലിംഗ്, വാട്ട് ആർ യു ഡൂയിങ്? ഇതൊക്കെ ആരാ? ഇവരൊക്കെയോ? ഇവൻ ആന്റണി, ഇവൻ സഞ്ജു, ഇവൻ നിഖിൽ. ഇവരെല്ലാരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അറിയോ? മാമ, അച്ഛനെ കൊന്നവർ ഇവരാ. സാക്ഷി, എന്താ മോള് പറയുന്നേ? അതെ മാമ, ഞാൻ കണ്ടതാ. ഇവരാണ് എന്റെ അച്ഛനെ കൊന്നത്. ഇതെന്റെ ചേച്ചിയാ, ഇതെന്റെ ചേച്ചിയുടെ മോളാ. നിങ്ങൾ കൊന്നത് എന്റെ അളിയനെയാടാ. കാറിനകത്തുണ്ടായിരുന്നത് എന്റെ അമ്മയാടാ.
എടാ മച്ചു, എന്റെ മൈൻഡിൽ ഇതൊന്നും ഓർമ്മയില്ലടാ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാടാ. സോറി മച്ചു, എന്നോട് ക്ഷമിക്കടാ. എന്റെ അമ്മയെ കൊന്നു, എന്റെ അളിയനെ കൊന്നു, ഈ കുഞ്ഞിന്റെ ഫ്യൂച്ചർ നിങ്ങൾ ഇല്ലാതാക്കി. എന്നിട്ട് സോറി പറയാണല്ലേ? ഇത്രയും വലിയ ഈ സ്ഥലത്ത് നിന്നെ കൊന്നു കുഴിച്ചു മൂടിയാ പോലും ഒരാളും ചോദിക്കാൻ പറ്റില്ലടാ. അതിനു വേണ്ടിയാടാ നിങ്ങളെ എല്ലാരെയും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. പറയടാ, നിനക്ക് എങ്ങനെയാ മരിക്കേണ്ടത്? പറയടാ. വേണ്ടടാ, വിട്ടേക്ക്. പറയൂ. എടാ മച്ചു, എന്നെ വിട്ടേക്ക്. പറയടാ. വേണ്ട. നിക്കടാ. എടാ, എന്നെ വിട്ടേക്ക്. പറയൂ. ആ. നിക്കടാ. വിടില്ലടാ ഞാൻ. എടാ മച്ചു, രക്ഷിക്കണോ. എടാ രക്ഷിക്കണോ. എടാ എടാ രക്ഷിക്കണോ. രക്ഷിക്കണോ. എന്റെ കൈകൊണ്ട് അവനെ കൊല്ലാനിരുന്നതാ. അവൻ സ്വയം മരിച്ചു. എനിക്ക് കൊച്ചുനാളിലെ അച്ഛനെ നഷ്ടപ്പെട്ടതാ. എന്റെ അമ്മയാടാ എനിക്കെല്ലാം. എന്റെ അമ്മയെ നിങ്ങൾ എന്നെ ഇന്ന് വേർപിരിച്ചില്ലടാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അളിയൻ എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് ഞാൻ അദ്ദേഹത്തിന് അനിയനെ പോലായിരുന്നു. ആ നല്ല മനുഷ്യനെ നിങ്ങൾ കൊന്നു കളഞ്ഞല്ലോടാ. അദ്ദേഹത്തെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മരിച്ചതാണെങ്കിൽ കൂടി ഞാൻ നിങ്ങളോട് ക്ഷമിച്ചേനെ. പക്ഷേ നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അവരെന്റെ അച്ഛനെ കൊന്ന് അമ്മയെ ഈ നിലയിലാക്കി തീർത്തു. ഇപ്പോൾ മാമൻ ഇവരെ കൊന്നിട്ട് അമ്മയെ പോലെ ഇവരെയും അനാഥരാക്കി തീർക്കാനാണോ? ഇവരെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോവുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളല്ലേ അനാഥരായി തീരുന്നത്? സാക്ഷി, എത്ര എളുപ്പത്തിലാ നിങ്ങൾ ഒരു ജീവനെ ഇല്ലാതാക്കിയത്. അവരുടെ കുടുംബത്തിലെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയോ? ഭാര്യയ്ക്ക് ജീവിതമില്ല, കുട്ടിക്ക് ഭാവി ഇല്ലാതായി. അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്തതിന്റെ ദുഃഖം എത്ര വേദനയുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ഈ കുഞ്ഞെങ്ങനെയാ ആ ദുഃഖം സഹിക്കുക? പറയടാ, നിങ്ങൾ ചെയ്തത് ശരിയാണോടാ? എടാ, അന്ന് ഞങ്ങൾ ഒരുപാട് കുടിച്ചിരുന്നടാ. എന്താ ചെയ്തെന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാടാ. ഞങ്ങളോട് ക്ഷമിക്കടാ. ഞങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണടാ. ഞങ്ങൾ ചെയ്ത പാവം നിങ്ങൾക്ക് എന്തിനടാ? ഞങ്ങൾ സറണ്ടർ ആയേക്കാടാ. വർഷ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ജീവിതകാലം മൊത്തം ഞാൻ ജയിലിലായിരിക്കുന്ന. മോളെ, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാടാ. പറ്റുമെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. നമ്മൾ എന്താണോ വിധിക്കുന്നത് അതേ കൊയ്യാൻ പറ്റൂ എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് കുടിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വണ്ടി ഓടിക്കരുത്, ഡ്രഗ്സ് ഉപയോഗിക്കരുത്. ചെറിയ കുട്ടിയായ എനിക്ക് മനസ്സിലാകുന്നു, നിങ്ങൾക്ക് എന്താ മനസ്സിലാകില്ലേ? ശരി, എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. ബൈ.